അപ്പോൾ ഇന്നത്തെ ദിവസം തീർച്ചയായിട്ടും നിങ്ങളെ എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ വ്യത്യാസം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇനിയുള്ള കാലത്ത് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ ഇനി മുമ്പോട്ട് വലിയ ഒരു റെവല്യൂഷൻ്റെ, അതായത് ഇതുവരെ ഉണ്ടായിരുന്ന റെവല്യൂഷൻ അല്ല. ഞാൻ പലപ്പോഴും പല ട്രെയിനിങ്ങിലും പറയാറുണ്ട്, ഇതുവരെ പല റെവല്യൂഷൻസും വന്നുപോയി. പല റെവല്യൂഷനകത്തും ചിലപ്പോൾ നമുക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ IT റെവല്യൂഷൻ ഇവിടെ വന്നു. അതിനകത്തൊന്നും നമ്മൾ പ്രത്യേകിച്ച് കേരളത്തിൽ പറഞ്ഞാൽ 10 പേരുടെ ജോലി ഒരു കമ്പ്യൂട്ടർ ചെയ്യുന്നതുകൊണ്ട് 9 പേർക്കും ജോലി പോകും എന്ന് പറയുകയും വിശ്വസിക്കുകയും ചെയ്തുകൊണ്ടിരുന്നൊരു സ്റ്റേറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. അതേ സ്ഥാനത്ത് അത് പ്രയോജനപ്പെടുത്തിയ സ്റ്റേറ്റുകളൊക്കെ വലിയ ലെവലിലായി. ഒരുപക്ഷെ അതൊക്കെ പ്രയോജനപ്പെടുത്തിയിരുന്ന ഇന്ന് നമ്മുടെ കുട്ടികൾ അന്യനാട്ടിൽ പോയി ജോലി ഉണ്ടായിരുന്നു, ഇവിടെ തന്നെ ജോലി ചെയ്യാമായിരുന്നു. ഈ കമ്പനികളൊക്കെ ഇവിടെ വന്നേനെ. അപ്പോൾ അതൊക്കെ ഒത്തിരി നഷ്ടപ്പെട്ടു നമുക്ക്. കാരണം അന്ന് അതുകൊണ്ടാണ് ഇന്ന് കുട്ടികൾ സ്റ്റേറ്റ് വിട്ടും രാജ്യം വിട്ടുമൊക്കെ പോകേണ്ടി വരുന്നത്. ഇവിടെ ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തതുകൊണ്ട്. അതേ സ്ഥാനത്ത് അങ്ങനെയുള്ള കമ്പനികളൊക്കെ ഇവിടെ ഒന്ന് തുടങ്ങാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒത്തിരി ആൾക്കാർക്ക് ഇവിടെ തന്നെ ബിസിനസ്സും ജോലിയൊക്കെ കിട്ടിയേനെ. അതൊക്കെ പോട്ടെ. അപ്പോൾ ഇനി വരാൻ പോകുന്ന റെവല്യൂഷൻ ഇതുവരെ കണ്ട റെവല്യൂഷനല്ല. എന്താണ്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും റോബോട്ടിക്സിൻ്റെ കാലത്താണ്. ഇനി നമ്മൾ Web3 കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും റോബോട്ടിക്സും വന്ന് സമസ്ത മേഖലയും റീപ്ലേസ് ചെയ്യും. സമസ്ത മേഖലയിലും എന്തൊക്കെയാണ് അടുത്ത ആർക്കും ഫ്യൂച്ചർ പ്രൊഡിക്റ്റ് ചെയ്യാൻ മേലാത്തൊരവസ്ഥയാണ് നിൽക്കുന്നത്. 5 വർഷം കഴിഞ്ഞല്ലേ 10 വർഷം കഴിഞ്ഞ് പണ്ടൊക്കെ നമുക്ക് പറയാൻ പറ്റും ഏകദേശം ഒരു 5 വർഷം കഴിഞ്ഞ് ഇന്നതൊക്കെ ആയിരിക്കാം ഇവിടുത്തെ സംഭവം. ഇപ്പോഴത്തെ ഒരു അവസ്ഥയൊന്നും ഒരാൾക്കും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത അത്ര സ്പീഡിലാണ് നടക്കുന്നത്. അതായത് ഇനി നിങ്ങൾക്ക് അധികം താമസിക്കാതെ, കാരണം ഇതുവരെ ഈ മെഡിക്കൽ രംഗത്തും അല്ലാത്ത അഗ്രികൾച്ചർ രംഗത്തും ട്രാൻസ്പോർട്ടേഷൻ ലോജിസ്റ്റിക്സിലും എല്ലാം ഭയങ്കരമായ ചേഞ്ചസ് വരാൻ പോവുകയാണ്. എങ്ങനെയൊക്കെയാണ് വരാൻ പോകുന്നതെന്ന് തന്നെ പലർക്കും അറിയില്ല. അതിന് ഏത് തരത്തിലാണ് ഇതിനെ നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്നതെന്ന് അറിയാൻ മേലാതെയാണ് കമ്പനികൾ പലരും തന്നെ പകച്ചു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പം ഞാൻ രാവിലത്തെ ഇതിനകത്ത് പറഞ്ഞു, അതായത് ഇനി എലോൺ മസ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, US അമേരിക്കൻ പ്രസിഡൻറ്റിനെ തന്നെ രണ്ടാമത് ട്രംപിനെ തിരിച്ച് പ്രസിഡന്റ് ആക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ചിട്ടുള്ളത് ആണെന്ന് പോലും പറയുന്നുണ്ട്. അതായത് എലോൺ മസ്ക് ആണ് ഇപ്പം ലോകം ഭരിക്കുക. കാരണം അമേരിക്ക ആര് പ്രസിഡന്റ് ആവുന്നോ അമേരിക്കയാണ് ലോകത്തിൻ്റെ പോലീസെന്ന് പൊതുവെ വിശ്വസിക്കുന്നത്. അപ്പോൾ ലോകത്തിനെ ഭരിക്കുന്നത് ഇപ്പോൾ ട്രംപാണെങ്കിൽ ട്രംപ് അങ്ങനെ ഇരിക്കാനുള്ള കാരണം എലോൺ മസ്ക് ആണെന്ന് പറയും. അതായത് ഇനി എലോൺ മസ്ക് ഉള്ള എല്ലാ ബിസിനസ്സുകളും ഭയങ്കരമായിട്ട് ഫ്ലറിഷ് ചെയ്യുന്നതാണ് സാമ്പത്തിക മേഖലയിൽ നിൽക്കുന്ന മുഴുവൻ ആൾക്കാരും പറയുന്നത്. എലോൺ മസ്ക് ഇന്ത്യയിലേക്കും വരുന്നുണ്ട്. ഇന്ത്യയിൽ വരുന്നത് മൊബൈൽ ഇതിലേക്കാണ്. നമ്മുടെ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സർവീസ് പ്രൊവൈഡേഴ്സ് കൂടാതെ അവരുടെ ഇതൂടെ വരുവാണ്. അതായത് കേബിൾലെസ് ഇൻ്റർനെറ്റിലേക്കാണ് വരുന്നത്. അതായത് ഇൻ്റർനെറ്റിൻ്റെ റെവല്യൂഷൻ കുറേ കൂടെ ശക്തമാകുമെന്നർത്ഥം. അതായത് നമ്മൾ ഇനി നെറ്റിൻ്റെ ചാർജ് വീണ്ടും കുറയും. എല്ലാ ആൾക്കാർക്കും ഏത് കുഗ്രാമത്തിലും അവൈലബിൾ ആവും. കേബിൾ ഇല്ലാതെ തന്നെ ഇത് കണക്ഷൻ കിട്ടാവുന്ന തരത്തിലുള്ള ഇൻ്റർനെറ്റ് സൗകര്യത്തിലേക്ക് ഇതൊക്കെയാണ് വരാൻ പോകുന്നത്. ഭയങ്കരമായ ഓപ്പർച്യൂണിറ്റി, അതായത് ടെക്നോളജി പ്ലാറ്റ്ഫോമിൽ ഭയങ്കരമായ ഓപ്പർച്യൂണിറ്റി ആയിരിക്കും നടക്കാൻ പോകുന്നത്. ടെക്നോളജി ഓറിയൻറ്റഡ് ആയിട്ട് ഉള്ള ബിസിനസ്സുകൾ ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്യും. ടെക്നോളജി ഓറിയൻറ്റഡ് അല്ലാത്ത ആൾക്കാരും വളരെ സ്ട്രഗിൾ ചെയ്യും. അതാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടത് ഇത്രയും കാലത്ത് നമ്മൾ കാണുന്ന പോലത്തെ റെവല്യൂഷനല്ല. നമ്മൾ സാധാരണ പറയുന്നൊരു ഉദാഹരണമുണ്ട്. ഈ തിരമാലയെ ചാട്ടവാറ് കൊണ്ടടിച്ച് നിർത്താൻ പറ്റിയില്ല. തിരമാലയാണ്, അതെല്ലാം തൂത്തുവാരി എടുത്തുകൊണ്ട് പോകും. അതിനകത്ത് അതിൻ്റെ കൂടെ പോകുന്നവർക്ക് കയറിപ്പോവാം, അതിൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് കയറിപ്പോവാം, എതിർത്ത് നിൽക്കുന്നവർ കാണുകയില്ല. അതാണ് പ്രശ്നം വരാൻ പോകുന്നത്. ഇനിയുള്ള നമുക്ക് പല ബിസിനസ്സിൽ നിൽക്കുന്നവർ ഇപ്പം തന്നെ നമ്മളിന്ന് ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് കിട്ടിയൊരു നോളജ് പുറത്തുള്ളവർക്കുണ്ടോ? ഈ ഇൻഫർമേഷൻ പുറത്തുള്ളവർക്കുണ്ടോ? ഇല്ല. ആരും ഒന്നും മിണ്ടാത്ത എല്ലാവർക്കും അറിയാൻ മേലാത്ത പുതിയ കാര്യങ്ങളിലൂടെ കേട്ടോ, പല കാര്യങ്ങളും കേട്ടല്ലോ. ഇത് പുറത്തുള്ളവർക്കില്ല. ഈ നോളജ് ഉള്ള ആൾക്കാരാണ് ഇനി കൂടുതൽ. ആ നോളജ് മാത്രം കണ്ട് കാര്യമില്ല. നാളെ രാവിലെ മുതൽ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ആരോഗ്യരംഗത്ത് വരാൻ പോകുന്ന മാറ്റം, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഫാമിംഗ്. കൃഷി എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തിൻ്റെ ഡയറക്റ്റായിട്ട് ഇത് ചെയ്യുന്നത് ഫുഡാണ്. ആ ഫുഡിനകത്ത് കൃഷിയാണ്. കൃഷി ഒഴിവാക്കി ഒരു പരിപാടി നടക്കത്തില്ല. കൃഷിക്ക് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പോൾ ഈ വന്നിരിക്കുന്ന ഈ ഇൻഡസ്ട്രി, ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ഒന്നുമില്ല. കൃഷി ഇല്ലാത്ത ഒരു സംഭവം നടക്കത്തില്ല. എന്ത് ടെക്നോളജി മാറിയാലും കൃഷിയിൽ പുതിയ ടെക്നോളജികൾ വരുന്നുണ്ട്, അത് പഠിച്ചാൽ മാത്രം മതി. കൃഷിക്ക് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടൊന്നുമില്ല. ആഹാരം പ്ലാസ്റ്റിക് പുട്ടിന് നാളെ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഇതിനകത്ത് മാത്രം പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഫുഡ് കഴിക്കാതെ അത് പ്രകൃതിയിൽ തന്നെ ഉണ്ടാവാതെ അതിന് സൊല്യൂഷനില്ല. അതിനകത്ത് ടെക്നോളജി മാറുന്നത് മാത്രം നമ്മൾ ഇതിനകത്ത് ഉള്ളവർ പഠിച്ചെടുത്താൽ മതി. അതിനകത്ത് ഭയപ്പെടേണ്ട കാര്യമില്ല. ആ ഫുഡിൻ്റെ കാര്യത്തിൽ ഇനി വരാൻ പോകുന്നൊരു ഏറ്റവും വലിയ മാറ്റങ്ങളെന്ന് പറഞ്ഞാൽ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയാമല്ല, സ്മാർട്ട് ടോയ്ലറ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? സ്മാർട്ട് ടോയ്ലറ്റ് ഇനി വരാൻ പോകുന്നൊരു സാധനമാണ്. അതെന്താണെന്ന് വെച്ചാൽ, ഇതുവരെ നമ്മൾ പണ്ടത്തെ കാലത്ത് ആൾക്കാർ മരിച്ചുകൊണ്ടിരുന്നതിന് പണ്ടത്തെ കാലത്ത് ആൾക്കാരുടെ ലൈഫ് എത്ര വർഷം വരെ ഉണ്ടായിരുന്നു? നമ്മൾ ചില ആൾക്കാർ പറയുന്നുണ്ട് പണ്ടത്തെ കാലത്ത്
ഒത്തിരി ആയുസ് ഉണ്ടായിരുന്നു, ഇന്ന് നേരത്തെ മരിക്കാമെന്ന്. അല്ല, അത് തെറ്റായിട്ടുള്ളൊരു ഇൻഫർമേഷനാണ്. പണ്ടത്തെ കാലത്ത് ഒരു ആയുർദൈർഘ്യം എന്ന് പറഞ്ഞാൽ 50 വയസ്സൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. 50 വയസ്സ് ഉണ്ടായിരുന്ന ആൾക്കാർ, ഇതിനകത്ത് ഇരിക്കുന്ന ഭൂരിഭാഗം ആൾക്കാർ പക്ഷേ പണ്ടത്തെ കാലത്താണ് മിച്ചം കാണിയല്ലായിരുന്നു നമ്മളൊരു മീറ്റിംഗ് കൂടാനായിട്ട്. അത് സത്യമാണ്. യോഗികൾ, സന്യാസിമാരിരുന്നിട്ടുണ്ട്. നമ്മുടെ ഇവിടെയൊക്കെ പോയി തമസ് ചെയ്തുകൊണ്ടിരുന്നവർ 150 വർഷം വരെയൊക്കെ ജീവിച്ചിരുന്നതായിട്ട് പറയുന്നുണ്ട്. പക്ഷേ അതല്ലാതെ നോർമൽ ആൾക്കാർ 45-50 വയസ്സിനൊക്കെ മുമ്പ് എന്തെങ്കിലും അസുഖം വന്ന് മരിക്കും. അത് അസുഖത്തിനെ പൊതുവെ പറഞ്ഞിരുന്ന ഒരു പനി വന്നു മരിച്ചുപോയി, ഇങ്ങനെയൊക്കെയാണുള്ള പഴയ സ്റ്റോറികൾ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഒരു പനി വന്നു ആൾ മരിച്ചു, അങ്ങനെയാണ് മരിച്ച്, നല്ല പാമ്പ് കടിച്ചു. ഇതൊന്നും സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലത്തല്ലേ, അല്ലെ വെള്ളത്തിൽ പോയി മരിച്ചു എന്നൊക്കെ കേൾക്കാം. ഇങ്ങനെയൊക്കെയാണ് പണ്ടത്തെ കാലത്ത് കേട്ടിരുന്നത്. പൊതുവെ ഈ പകർച്ചവ്യാധികൾ വന്നിട്ടാണ് മരിച്ചത്. ഈ ഏറ്റവും കൂടുതൽ മനുഷ്യനെ കൊന്നിരിക്കുന്ന ജീവി എന്താണെന്നറിയോ? ആരാ ഉത്തരം പറഞ്ഞത്? നല്ല കറക്റ്റായിട്ടുള്ള ആൻസർ. പൊതുവേ നമ്മളെ വിശ്വാസം കരടിയാണ്, പുലിയാണ്, കടുവയാണ്, ആനയെന്നുള്ളത്. ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊന്നിരിക്കുന്ന കൊതുകാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ പകർച്ചവ്യാധികൾ ഉണ്ടാക്കിയിരിക്കുന്ന കൊതുകാണ്. അപ്പോൾ ഇതുപോലത്തെ പകർച്ചവ്യാധികൾ വന്നിട്ടായിരുന്നു പണ്ട് ആൾക്കാർ മരിച്ചുകൊണ്ടിരുന്നത്. വസൂരി, ഇതുപോലത്തെ സാധനങ്ങൾ, വില്ലൻ ചുമ ഉണ്ടായിരുന്നു, ഇങ്ങനത്തെ സാധനങ്ങൾ. അപ്പോൾ ഇത് മുഴുവൻ ഇറാഡിക്കേറ്റ് ചെയ്യാൻ മെഡിക്കൽ സയൻസിന് സാധിച്ചു. ഇത് മുഴുവനും ഇറാഡിക്കേറ്റ് ചെയ്യാൻ മെഡിക്കൽ സയൻസ് പൂർണ്ണമായിട്ട് വാക്സിൻസ് കണ്ടുപിടിച്ചു. ഈ വാക്സിൻസ് ആണ് ഒരു പരിധിവരെ ആൾക്കാരുടെ ലൈഫ് സ്പാൻ കൂട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ പറയുമ്പോൾ പൊതുവേ ജൈവ കൃഷി അല്ലെ ടൂ മച്ച് എക്സ്ട്രീം പോകുന്നതാണ് ഇതിനകത്ത് കുഴപ്പം. എല്ലാത്തിനകത്തും പോസിറ്റീവ് ഉണ്ട്, എല്ലാത്തിനകത്തും ലിമിറ്റേഷൻ ഉണ്ട്. ഇത് മനസ്സിലാക്കും. മോഡറേറ്റ് ആവുക എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിപരമായ തീരുമാനം. നമ്മൾ സന്യാസിയാവാൻ പോകണ്ട, നമ്മൾ ക്രിമിനലും ആകാൻ പോകണ്ട. ഇതിന് നടുക്കൂടെ ജീവിക്കുക, മര്യാദക്കാരായിട്ട് ജീവിക്കുക, വേറെ ആർക്കും ഉപദ്രവം ചെയ്യാതെ. ഈ ഒരു സ്ലോട്ട് എടുക്കുന്നതാണ് നല്ലത്. കാരണം വെച്ചാൽ പല ആൾക്കാരും ഇതിന് 2 എക്സ്ട്രീമാണ്. മതങ്ങളിലൊക്കെ പറ്റുന്നത് എല്ലായിടത്തും തീവ്രവാദികളാണ്. ജൈവ കൃഷി പല ആൾക്കാരും ചെയ്യുന്ന ഒരു ചിരട്ട കാപ്പി കുടിക്കണമെന്ന് പറയുന്ന ലെവലിലേക്ക് 250 വർഷം മുമ്പ് നടന്ന കൃഷി രീതിയിലേക്ക് മടക്കിക്കൊണ്ട് പോകാനാണ് ഒരു വിഭാഗം ശ്രമിക്കുന്നത്. അത് ഫ്ലോപ്പ് ആവും. കാരണം അത് ആൾക്കാർ പ്രോഫിറ്റബിൾ ആകത്തില്ല. കാരണം ഉൽപ്പാദനം വന്നാലല്ലേ അവർക്ക് ഒരു ഇതിന് ലാഭത്തിലോടുകയുള്ളൂ. ഏത് സാധനവും വരത്തില്ല. അപ്പോൾ ഇതെല്ലാമാണ് കുഴപ്പമുണ്ടാക്കിയെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് പോകില്ല. ഇതിനെല്ലാം ഇൻകോർപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു ട്രീറ്റ്മെൻറ്റ് പോലും ഇപ്പം ചെയ്യേണ്ടത് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നവരാണ്. എനിക്ക് അടുപ്പമുള്ള, ഞാനിപ്പം ഡോക്ടറെ എന്നെ വിളിച്ചു. ഞാനിപ്പം നമ്മളുമായിട്ട് വളരെ അടുപ്പമുള്ള വേറൊരു ഡോക്ടറുണ്ട്. അദ്ദേഹത്തിന് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് MD ഫസ്റ്റ് ബാച്ച് കഴിഞ്ഞ ആളാണ്. 30-ാം വയസ്സിൽ MD ഫസ്റ്റ് ബാച്ച്, കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ഫസ്റ്റ് ബാച്ച് MD കഴിഞ്ഞതിന് ശേഷം കോട്ടയത്തെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ പുള്ളി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പുള്ളിയുടെ അമ്മയ്ക്ക് ആസ്മ ഉണ്ടായിരുന്നു. ആ ആസ്മ പുള്ളി പഠിച്ച് MD വെച്ച് ട്രീറ്റ് ചെയ്തിട്ട് ആസ്മ പോകുന്നില്ല. അതാണ് എത്ര പേർക്ക് ഇതിനൊക്കെ ധൈര്യം ഉണ്ടാകുമെന്ന് ആലോചിക്കുമ്പോൾ. പുള്ളി പഠിച്ച് MD വെച്ച് ട്രീറ്റ് ചെയ്തിട്ട് അമ്മയുടെ ആസ്മ കുറയുന്നില്ല. പുള്ളിക്ക് മനസ്സിലായി സംതിങ് ഈസ് മിസ്സിങ്, എവിടെയോ എന്തോ സാധനം ഈ സംഭവത്തിൽ കുറവുണ്ട്. പുള്ളി ജോലി രാജിവെച്ച് 30-ാം വയസ്സ്, സാധാരണ അന്നത്തേക്ക് ഒരു ഡ്രീം ജോബാണ്. 30-ാം വയസ്സ് ജോലി രാജിവെച്ച് പുള്ളി ഇമ്മ്യൂണോതെറാപ്പി പഠിക്കാൻ പോയി. അത് കഴിഞ്ഞ് ലണ്ടനിൽ പോയി ഹോമിയോപ്പതി ചെയ്തു, നേച്ചുറോപ്പതി ചെയ്തു, യോഗ ചെയ്തു, വാട്ടർ തെറാപ്പി പഠിച്ചു. ഇതെന്നിട്ട് ഇന്ന്, അതായത് സത്യാന്വേഷണ ആണ് നടത്തിയെന്നാണ് അദ്ദേഹം പറയുന്നത്. സത്യാന്വേഷണം നടത്തി, ഇന്നും സത്യാന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു രോഗിയെ എങ്ങനെ രക്ഷപ്പെടുത്താം, അതായിരിക്കണം ഒരു നല്ല ഡോക്ടർ ചെയ്യുന്നത്. ഒരു രോഗിയെ എങ്ങനെ രക്ഷപ്പെടുത്താം എന്നുള്ളതാണ് ഒരു ഡോക്ടർ ശ്രമിക്കേണ്ടത്. അങ്ങനെ ശ്രമിക്കുന്നവരാരാ ഇവിടെയുള്ളത്? ഒരു രോഗിയെ എങ്ങനെ പിടുങ്ങാം എന്നുള്ളതാണ് ഇന്ന് അൺഫോർച്യുനേറ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന ചികിത്സ. ഒരു രോഗിയെ എങ്ങനെ രക്ഷപ്പെടുത്താമെന്ന് ഓർത്ത് വർക്ക് ചെയ്തിട്ടുള്ള വളരെ ചുരുക്കം ഡോക്ടർമാരുണ്ട്. അപ്പോൾ ഇദ്ദേഹം കൂടെ 78 വയസ്സുണ്ട്, സ്റ്റിൽ വളരെ യങ്ങാണ്. അപ്പോൾ ഞാനും അദ്ദേഹം കൂടി ഒന്നിച്ച് ജോയിൻ്റ് ആയിട്ട് അദ്ദേഹത്തിന് എനിക്ക് പ്രൊമോട്ട് ചെയ്യണമെന്ന് തോന്നി. ഞാൻ പറഞ്ഞു, പുള്ളി ഇപ്പം അതാ എന്നെ വിളിച്ചത്, ഒരു മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്ത് പുള്ളിയുടെ, കാരണം കൂടുതൽ വളരെ കുറഞ്ഞ രൂപയ്ക്ക് ചികിത്സ ചെയ്യുന്നു, ആൾക്കാർ രക്ഷപ്പെടുന്നു. ഇവർക്കാണെങ്കിൽ ആസ്മ അലർജി സ്പെഷ്യലിസ്റ്റുമാണ്. അത് കൊച്ചു കുട്ടികളൊക്കെ പുള്ളി ഒരു 3 ലക്ഷം കുട്ടികളെങ്കിലും രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ആസ്മയിൽ നിന്ന്. പല സ്ഥലത്തും പോയി ട്രീറ്റ് ചെയ്ത് കുളമാക്കി സാധനം. ഇപ്പോൾ എൻ്റെ അച്ഛന് ലങ്സിൻ്റെ ശ്വാസം മുട്ടലുണ്ടാകും. ലങ്സിൻ്റെ കപ്പാസിറ്റി 26% ഉണ്ടാകും. ഒരു മാസത്തെ മരുന്ന് കൊടുത്തപ്പോൾ തന്നെ അത് കയറി വരുന്നത് നമ്മൾ നേരിട്ട് കാണുന്നത്. എന്ത് ഡിഫറൻസാണെന്നറിയാം. അല്ല, ഞാൻ പറയുകയാണ്, നമ്മൾ ഈ ഒരു വിഭാഗം ഒരു കാര്യം മാത്രം പഠിച്ചിട്ട് ബാക്കിയുള്ളവനെ കയറി അറ്റാക്ക് ചെയ്യുന്നതാണ് ഇവിടെ കാണുന്ന എല്ലാവരും. ജൈവകൃഷിക്കാരും അതെ, ജാതിയും മതവും അതെ, ചികിത്സയിലും അതെ. ഇത് കാണുന്ന ഏതെങ്കിലും ഒരു ഭാഗം മോഡേൺ സയൻസ് പഠിച്ചിട്ടുള്ള ആൾക്കാർ മറ്റവനെ കണ്ടാൽ ഓടിച്ചിട്ടടിക്കണം എന്നാണ് പറയുന്നത്. ഇവർ പറയുന്നത് അലോപ്പതിക്കാരാണോ, മിണ്ടരുത്, അവരെ കണ്ടാൽ തല്ലണം എന്നാണ് മറ്റവർ പറയുന്നത്. ഇങ്ങനെ ഇവരെല്ലാം ഇന്ത്യ, പാകിസ്ഥാൻ, ചൈനയായിട്ട് നിന്നുകൊണ്ട് നമുക്ക് എന്നാ പറയാനും? നമ്മളൊരു സാധാരണക്കാരൻ്റെ ആംഗിളിൽ ചിന്തിച്ചാൽ ഏറ്റവും ചിലവ് കുറഞ്ഞ് മനുഷ്യന് സുഖം കിട്ടണം. അത് ആര് ചെയ്യുന്ന അവരെ നമ്മൾ പ്രൊമോട്ട് ചെയ്യും, ഇത്രയേ ഉള്ളൂ. അല്ലാതെ ഈ ഒരു ഇതാണ് ശരിയായിട്ടുള്ളത് നമുക്ക് തോന്നുന്നു. കാരണം അല്ലാതെ ഇവിടെ അലോപ്പതിയാണോ ബെസ്റ്റ്, ആയുർവേദമാണോ ബെസ്റ്റ്, മറ്റാണ് ഇവരുടെ യുദ്ധത്തിനിടയിൽ രോഗിയുടെ ജീവൻ പോവുകയാണ്. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ്, ഈ സ്മാർട്ട് ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? സ്മാർട്ട് ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഇപ്പോഴത്തെ പുതിയ, അതായത് പണ്ടത്തെ കാലത്ത് ഈ വാക്സിനൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷം ആൾക്കാരുടെ ലൈഫ് സ്പാൻ കൂടിയിട്ടുണ്ടെന്നുള്ള സത്യമാണ്. എന്ന് വെച്ച്
ക്വാളിറ്റി ഓഫ് ലൈഫ് പൂർണ്ണമായിട്ടും കൂട്ടിക്കൊടുക്കാൻ പറ്റിയിട്ടില്ല. പ്രായം മുമ്പോട്ട് പോയത് കൊണ്ട് തന്നെ അസുഖങ്ങളും ഇപ്പോൾ കൂടുതലുണ്ട്. ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ് പറയുന്നത്. ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ കൂടുതലുണ്ട്. ആ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഇന്നത്തെ ഒരു അവസ്ഥ എന്താണ്? രോഗം വന്ന് നമ്മുടെ വണ്ടി മുമ്പോട്ട് പോയാലെന്ന് ഉറപ്പുള്ളപ്പോൾ മാത്രമാണ് ഒരു ഡോക്ടറുടെ മുമ്പിൽ പോകുന്നത്, അല്ലേ? അതിനു മുമ്പ് ആരെങ്കിലും പോയി ഡോക്ടറെ ഒരു കുഴപ്പമില്ല ഒന്ന് നോക്കണം എന്ന് പറഞ്ഞ് എത്ര പേര് ഒരു ഡോക്ടറുടെ ക്യാബിനിലേക്ക് ചെല്ലുമ്പോൾ ആദ്യത്തെ ഒരു ഡോക്ടറുടെ ചോദ്യം എന്താണ് അസുഖം? കാരണം അസുഖമില്ലാത്തവർ അങ്ങോട്ട് വരാറുമില്ല. ഒരു ഡോക്ടർക്ക് അല്ലാത്തവരെ നോക്കാൻ ഇവിടെ സമയമില്ല. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പുറത്തെ രാജ്യത്തൊക്കെ ഫാമിലി ഡോക്ടേഴ്സ് ഉണ്ട്. ചെറുപ്രായത്തിൽ മുതൽ എല്ലാവരും അവർ ഫാമിലി ഡോക്ടറുടെ നിർദ്ദേശത്തിലാണ് ജീവിക്കുന്നത്. അവർ പറയുന്ന ഫുഡ് കറക്ഷനും അവർ പറയുന്ന സപ്ലിമെൻറ്റും കഴിച്ചിട്ടാണ് ജീവിക്കുക. അമേരിക്കയിലൊക്കെ ആണെങ്കിൽ അവർ ഒരു ഫാമിലി ഡോക്ടറുണ്ട്. ആ ഫാമിലി ഡോക്ടറുടെ ഗൈഡൻസിലാണ് മിക്കവാറും ആൾക്കാരെല്ലാവരും ഫുഡ് കഴിക്കുന്നതും അവർക്ക് ന്യൂട്രീഷൻ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നതും ഒക്കെ ഡോക്ടറാണ്. ഒരു നാളെ ഒരു ആവശ്യം വന്നാലും ആ ഡോക്ടറുടെ ഇൻസ്ട്രക്ഷനിലാണ് അടുത്ത ഹയർ ലെവലിലേക്ക് പോകുന്നത്. അല്ലാതെ ചുമ്മാ നമ്മൾ ലൈറ്റ് ഇട്ട് നേരെ അമൃതയിലേക്ക് പോകത്തില്ല. അങ്ങനത്തെ പരിപാടിയില്ല. അവിടെ അങ്ങനെ എടുക്കത്തുമില്ല. ഓരോ ഗ്രേഡ് ആ ലോക്കൽ ഹോസ്പിറ്റൽ ക്ലിനിക്കിൽ നിന്ന് റെഫർ ചെയ്താതെ അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റില്ല. ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ഇന്നൊരു അസുഖം വന്നാൽ ഡോക്ടറുടെ അപ്പോയിൻമെൻറ്റ് കിട്ടണം അടുത്ത വെള്ളിയാഴ്ചത്തേക്ക് കിട്ടുള്ളൂ. നമ്മൾ വിചാരിക്കുന്ന ഇന്ന് നേരെ പോയി നമുക്കെന്നാൽ ലേക്ക് ഷോറിലേക്ക് പോകണോ അമൃതയിലേക്ക് പോകണോ നമ്മളിരുന്ന് ആലോചിക്കുന്നത് അവിടെ ആലോചിക്കാനുള്ള സ്കോപ്പില്ല. ഇവർ അടുത്ത സ്ഥലത്തേക്ക് റെഫർ ചെയ്യണം. അടുത്ത സ്ഥലത്തേക്ക് റെഫർ ചെയ്താൽ മാത്രമേ അടുത്ത സ്ഥലത്ത് എടുക്കുകയുള്ളൂ, അല്ല പോകാൻ പറ്റത്തില്ല. അത് നല്ലതുമാണ്. അപ്പോൾ ഈ ലൈഫ് സ്പാൻ കൂട്ടാനായിട്ട് ഇപ്പോഴത്തെ ഈ മോഡേൺ സയൻസിനും വാക്സിനും ഒക്കെ പറ്റിയിട്ടുണ്ടാവും. പക്ഷേ ക്വാളിറ്റി ഓഫ് ലൈഫ് കൂട്ടാൻ പറ്റിയിട്ടില്ല. അതായത് ആൾക്കാർ നല്ല ശതമാനം ആൾക്കാർ പല രോഗങ്ങളിൽ പെടുന്നു. അത് ഇന്നത്തെ ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ ആൾക്കാർ ഒന്നുകൂടെ അടുത്ത ലെവലിലേക്ക് കയറുവാണ്. അതായത് ഇന്ന് നേരത്തെ പറഞ്ഞ പോലെ ഒരു വിഭാഗം ആൾക്കാർക്ക് മനസ്സിലായി ആരോഗ്യം എന്ന് പറയുന്നൊരു സാധനമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അല്ലെ 10 വർഷവും കൂടെ നമ്മുടെ പ്രൊഡക്റ്റീവായിട്ടുള്ള വർഷം കൂട്ടാൻ പറ്റിയാൽ ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കുമോ പല കാര്യങ്ങളും ഒരു ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ സാധിക്കാൻ പറ്റും. അപ്പോൾ ആൾക്കാർ കൂടുതൽ സമയം ജീവിക്കാൻ പറ്റുമോ, ആരോഗ്യത്തോടെ ജീവിക്കാൻ പറ്റുമോ, പ്രൊഡക്റ്റീവായിട്ടുള്ള വർഷങ്ങൾ കൂട്ടാൻ പറ്റുമോ എന്നുള്ളത് സീരിയസ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു ഫേസാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. വലിയ ഹയർ ലെവലിൽ എത്തിയിട്ടുള്ള ആൾക്കാരെല്ലാം ഇതിനുവേണ്ടി പൈസ സമയം ഇൻവെസ്റ്റ് ചെയ്യുന്ന കാലമാണ്. അപ്പോൾ ഇപ്പോൾ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ? മിക്കവാറും ആൾക്കാർ രോഗികളായതിനു ശേഷം മാത്രമാണ് ഒരു ഡോക്ടറെ അടുത്ത് ചെല്ലുന്നു, രോഗം ഡയഗ്നോസ് ചെയ്യുന്നു, പിന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതാണ് ചിലപ്പോൾ റിക്കവറിക്ക് 100% ഉറപ്പ് പറയാൻ പറ്റാത്തത്. പക്ഷേ ഇനി നമ്മൾ കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ഇപ്പോൾ നിങ്ങൾ പല ഡിവൈസുകളും കണ്ടിട്ടുണ്ടാകും. മൊബൈൽ അല്ലെ വാച്ച് തന്നെ ഷുഗർ ലെവൽ അറിയാം. ഒരു ദിവസം എത്ര ബേൺ ചെയ്ത് നടന്നു കഴിയുമ്പോഴത്തേന് എത്ര ഫാറ്റ് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളവരെ അറിയാം. ഡയബറ്റിക്കിൻ്റെ ലെവൽ അറിയാം. നമ്മൾ നടന്നിട്ട് എത്ര ഫാറ്റ് ബേൺ ചെയ്യാൻ പറ്റുമെന്നറിയാം. ഇതുപോലത്തെ സാധനങ്ങൾ വാച്ചിലും മൊബൈലും ഒക്കെ വരുന്നൊരു അവസ്ഥയുണ്ട്. ശരീരത്തൊരു സാധനം ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡയബറ്റിക്കിൻ്റെ ലെവൽ അറിയാൻ പറ്റും. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇനി വരാൻ പോകുന്ന സ്മാർട്ട് ടോയ്ലറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ട് നമ്മുടെ ആരോഗ്യത്തിൻ്റെ പെട്ടെന്ന് നമ്മൾ അറിയാൻ പറ്റുന്ന എന്താണ്? നമ്മുടെ യൂറിൻ ടെസ്റ്റ് ചെയ്യുക, സ്റ്റൂള് ടെസ്റ്റ് ചെയ്യുകയല്ലേ, ഇത് ടോയ്ലറ്റ് തന്നെ ചെയ്തോളൂ. ആ ടോയ്ലറ്റിൽ പോകുമ്പോഴത്തേന് നമ്മുടെ ഹെൽത്ത് റീഡിങ് ഓട്ടോമാറ്റിക്കായിട്ട്, അപ്പം നമ്മുടെ ഹെൽത്ത് മാറ്റം ഡൈജഷനോ അല്ലെ ബോഡിക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അന്നേരം ഈ ടോയ്ലറ്റ് പറയും ഹെൽത്തിന് പ്രോബ്ലം ഉണ്ട് ശ്രദ്ധിക്കണം, അല്ല ഇതാണ് അതിൻ്റെ റീഡിങ് ഇതാണ് ഈ സാധനം. ഇതുപോലത്തെ സ്മാർട്ട് ടോയ്ലറ്റുകൾ അല്ല അത് ചിരിക്കാൻ പറഞ്ഞാൽ അധികം താമസിക്കാതെ ഇവിടെ വരും. പല സ്ഥലത്ത് വന്നു തുടങ്ങി. 2 വേണോ അതോ വിൽക്കാനാണോ? ഗ്രീൻ പ്ലാന്റ് പ്രോഡക്റ്റ് പോലെ വിൽക്കാനാണോ? ഞാൻ വിചാരിച്ചു ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ഇടുക്കി 2 പേരുണ്ട്, മേടിപ്പിക്കാൻ കാശുള്ള 2 പേരെ പരിചയമുണ്ട്, അവർക്ക് കൊടുക്കാനാണോ എന്നല്ല. ഓക്കെ. അപ്പോൾ ഈ സ്മാർട്ട് ടോയ്ലറ്റുകൾ ഇതൊക്കെ ഇനി ഭാവിയിൽ വരാൻ പോകുന്ന വലിയ സാധനങ്ങളാണ്. ഹെൽത്തിനകത്ത് നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഏരിയാസാണ് ഞാൻ പറയുന്നത്. ഇനി ഡയഗ്നോസിസ് കുറേ കൂടെ എളുപ്പമാവും, ഡോക്ടർമാരുടെ റോള് കുറയും. കാരണം ഡയഗ്നോസ് അതിനേക്കാൾ ബെറ്റർ ഈ മെഷീൻസ് ചെയ്യും. ഡോക്ടറുടെ ആവശ്യം കുറയുവാണ്. സർജറി പലതും റോബോട്ട്സ് ചെയ്യും. റോബോട്ട്സ് ആയിരിക്കും പലപ്പോഴും സർജറി ചെയ്യുന്നത്. ഒരു മനുഷ്യൻ നോക്കിയിട്ട് ഡയഗ്നോസ് ചെയ്യുന്നതിനേക്കാളും ഈസി ആയിട്ട് ഇതിനൊക്കെ ചെയ്യാൻ പറ്റും. ഇതുപോലത്തെ സംഭവങ്ങൾ. അതുപോലെ നമ്മുടെ ഉമിനീരെടുത്തിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് പ്രോബബിൾ ഡിസീസ്, ഭാവിയിൽ വരാൻ സാധ്യതയുള്ള ഡിസീസുകളും അതിനുള്ള പ്രിവെൻഷനും പറയും. ന്യൂട്രീഷൻ ഇവിടെ പല ആൾക്കാരിപ്പുണ്ട്. ഓരോരുത്തർക്കും വേണ്ടത് പോഷകങ്ങൾ വ്യത്യസ്തമാണ്. ഒരേ പോഷകമല്ല എല്ലാവരും കഴിക്കേണ്ടത്. ഇന്ന് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നതും പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ അങ്ങനെയാണ്. ഓരോരുത്തർക്കും വേണ്ട പോഷകത്തിൻ്റെ അളവിൽ വ്യത്യാസമുണ്ട്. ചിലർക്ക് മഗ്നീഷ്യം കൂടുതൽ വേണം, ചിലർക്ക് അത്രയും വേണ്ട, ചിലർക്ക് പേഴ്സണലൈസ് ചെയ്യാമെന്ന് പറയും. പേഴ്സണലൈസ്ഡ് ന്യൂട്രീഷനാണ് ഇനി ഭാവിയുടെ ബിസിനസ്. പേഴ്സണലൈസ് ചെയ്യുക. അത് നേരത്തെ തന്നെ ഭാവിയിൽ വരാൻ പോകുന്ന, അതായത് 20 വർഷം 30 വർഷം കഴിഞ്ഞ് വരാൻ പോകുന്ന രോഗത്തിനെ ഇപ്പോഴേ മനസ്സിലാക്കി അതിനുള്ള പ്രിവെൻഷനുള്ള സാധനങ്ങൾ പറയാവുന്ന ലെവലിലേക്കും ഒക്കെയാണ് ടെക്നോളജി പോകുന്നത്. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒക്കെ വേറൊരു കാര്യം, നമുക്ക് ഇപ്പം ഞാനിവിടെ മീറ്റിംഗ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, എനിക്ക് ഒരേ സമയത്ത് വേറെ സ്ഥലത്ത് സംസാരിക്കാൻ പറ്റിയല്ലോ. ഈ സമയത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ച് എന്നെ വേറെ ക്രിയേറ്റ് ചെയ്യാം. ഇതേ സമയത്ത് തന്നെ വേറെ മീറ്റിംഗ് വേറെ സ്ഥലത്ത് നിന്ന് ചെയ്യാം.
ഇതുപോലത്തെ ടെക്നോളജി വരാൻ പോകും. ഇതൊക്കെ എങ്ങനെ സാധാരണ ആൾക്കാർ ഇതിനകത്തൊക്കെ എങ്ങനെ കോമ്പറ്റ് ചെയ്യുമെന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ നിന്ന് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, 4 സ്ഥലത്ത് പല മീറ്റിങ്ങുകൾ തന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്ക് ഉള്ള ടെക്നോളജിയൊക്കെയാണ് വരാൻ പോകുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഭാവിയിൽ എന്തായിരിക്കും ഉണ്ടാകുന്നത്, എന്താണ് ഇല്ലാതെ പോകുന്നത്, ആരാ ഉണ്ടാകുന്നത്, ആരാ ഇല്ലാതെ പോകുന്നത്, ഇപ്പോൾ പ്രെഡിക്റ്റബിൾ അല്ലാതെയാണ് പോകുന്നത്. ഈ രോഗങ്ങൾ പോലും അകത്ത് കയറി ട്രീറ്റ് ചെയ്യാൻ ഡോക്ടർമാരെ അകത്ത് സർജറി ചെയ്യുന്ന പോലെ അകത്തേക്ക് ശരീരത്തിനകത്ത് പോയി വേണം ട്രീറ്റ് ചെയ്യാവുന്ന തരത്തിൽ, സർജറി ചെയ്യാവുന്ന തരത്തിലുള്ള പുതിയ മോഡേൺ ടെക്നോളജീസൊക്കെ ഡെവലപ്പ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുക. അതാണ് പറഞ്ഞാൽ ഈയിടെ US ഒരു ഹസ്ബൻഡും വൈഫും 150 വയസ്സ് വരെ ഞങ്ങൾ ജീവിക്കാൻ പോകുമെന്ന് ഡിക്ലെയർ ചെയ്തു. ഇനിയുള്ള കാലത്ത് പോസിബിളാണെന്നാണ് പറയുന്നത്. ഞാൻ ഇത്ര വർഷം ഇപ്പോൾ ഇവിടെ 50 വയസ്സാകുന്നതിന് മുമ്പ് പ്രായമായി തീർന്നു, അയ്യോ എല്ലാം കഴിഞ്ഞു, നമ്മൾ സപ്താഹത്തിന് പോവുക, പ്രാർത്ഥിക്കുക, ഷുഗറിൻ്റെ മരുന്ന്. നമ്മൾ ഈ കൂട്ടുകാരുടെയൊക്കെ നമ്മുടെ ഈ കൂടെ പഠിച്ചവരുടെയൊക്കെ മീറ്റിങ്ങിന് പോയാൽ തന്നെ ഞാൻ ആദ്യം പറയും, കഴിഞ്ഞ ദിവസം നമ്മുടെ കല്യാണം, ഞാൻ ആദ്യം ഇവിടെ മിണ്ടിപ്പോരുത്, പ്രഷറിൻ്റെ ഷുഗറിൻ്റെ കണക്ക് വല്ലതും പറയുകയാണ്, ഞാൻ അന്നേരം പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിത് കേൾക്കാനല്ല, നമ്മൾ ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കൂടെ പഠിച്ചവൻ്റെയൊക്കെ അടുത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ എല്ലാവരും പ്രഷർ, എൻ്റെ HbA1c ഭയങ്കര നോക്കിയപ്പോൾ ഭയങ്കര കൂടുതലാണ്, വേറെത്തം പറയുന്നു എനിക്ക് കൊളസ്ട്രോൾ കൂടുതലാണ്, അതിനെ മറ്റേ മരുന്നാണ് കഴിക്കുന്നത്. അവൻ പറയുന്നത് ആ മരുന്ന് കഴിക്കരുത്, മറ്റേ മരുന്ന് കഴിച്ചാൽ. ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിനകത്ത് കേട്ടോണ്ടിരുന്നിട്ട് നമുക്കിത് കേൾക്ക് തന്നെ അലർജിയാണ് എന്ന് വെച്ചാൽ ചെയ്യണം. പക്ഷേ ഈ ടോക്ക് മുഴുവനും ഇതുപോലത്തെ, കാരണം 50 വയസ്സ് അല്ലെ 60 വയസ്സൊക്കെ പ്രായമായി എന്നാണ് പല ആൾക്കാരും വിചാരിച്ചത്. അത് പണ്ടത്തെ അന്തക്കാലത്തെ കണക്കാണ്, അതെല്ലാം കഴിഞ്ഞു. ഇന്നൊരു 100 വയസ്സ് ചുമ്മാ സിമ്പിളായിട്ട് ജീവിക്കാൻ മാനേജ് ചെയ്യാൻ നമ്മൾ അറിയണമെന്ന് മാത്രം. ഇതെങ്ങനെയാണ്, കാരണം ഞാൻ എപ്പോഴും പറയുന്നത്, ഒരു ബൈക്ക് മാനേജ് ചെയ്യാൻ നമുക്കറിയാം, ഒരു സ്കൂട്ടർ മാനേജ് ചെയ്യാൻ അറിയാം, ഒരു മിക്സി മാനേജ് ചെയ്യാൻ, ഫ്രിഡ്ജ് മാനേജ് ചെയ്യാൻ അറിയാം, നമ്മളെ മാനേജ് ചെയ്യാൻ അറിയാമല്ലോ. ഇതെന്താ വേണ്ടത്? നമ്മൾ കഴിക്കുന്ന ഫുഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കഴിക്കുന്ന ഫുഡ് എന്ന് പറഞ്ഞാൽ ഫ്യൂവലാണ്. ഈ ഫ്യൂവലാണ് നമ്മളൊരു വണ്ടിക്കകത്ത്, ഞാൻ നേരത്തെ രാവിലത്തെ ഇതിനകത്തും പറഞ്ഞു, നമ്മളൊരു വണ്ടിയിൽ ഒഴിക്കുന്നത് പെട്രോൾ വണ്ടിയാണെങ്കിൽ അതിനകത്ത് ഡീസൽ ഒഴിക്കാൻ തയ്യാറാവുമോ? ഇല്ല. മണ്ണെണ്ണ ഒഴിക്കാൻ തയ്യാറാവുമോ? ഇല്ല. പക്ഷെ നമ്മൾ കഴിക്കുന്ന ഈ സാധനത്തിനകത്ത് നമ്മൾ മണ്ണെണ്ണയേക്കാൾ ലോ ക്വാളിറ്റി ഫുഡ് കഴിച്ചുകൊണ്ടാണ് ആൾക്കാരിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പലരും. അവർ വിശ്വസിക്കുന്ന അവരേറ്റവും കൂടിയ സാധനമാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നുള്ളതാണ്. ഫുഡാണ്, അതായത് നമ്മൾ ആരോഗ്യത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫുഡാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഇതിന് നമ്മൾ മൊത്തത്തിൽ കാണുന്നതെന്ന് വെച്ചാൽ ആൾക്കാർ ഇതൊന്നും കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറില്ല. എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ കഴിക്കണം, ഞാൻ ഇഷ്ടംപോലെ വെള്ളം അടിക്കും, ഇതെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ ആരോഗ്യം വരെ ഡോക്ടർ ആരെങ്കിലും പഠിച്ചിട്ട് അതിനുള്ള കാശ് അവർക്ക് കൊടുത്തേക്കാം. ഇതാണ് നല്ല ശതമാനം ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡിലൂടെ. എനിക്കിഷ്ടമുള്ളതൊക്കെ ഞാൻ ചെയ്യും, ഇഷ്ടമുള്ളതൊക്കെ അടിച്ച് കയറ്റും, എനിക്ക് തോന്നിയ മാസം കഴിക്കും, രാത്രി 12 മണിക്ക് 3 മട്ടൺ ചാപ്സും ഇതൊക്കെ ഞാൻ അടിച്ചിട്ട് ഞാൻ മലന്ന് കിടക്കും, എനിക്ക് സൗകര്യമുള്ളതൊക്കെ ഞാൻ ചെയ്യും. ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ഡോക്ടർമാർ പഠിച്ച് അവർ പഠിച്ചോണം ആരോഗ്യത്തെക്കുറിച്ച്. ഞാനവിടെ പോയി മലന്ന് കിടക്കും, എൻ്റെ ജീവിതകാലം മുഴുവൻ പണിയെടുത്ത പൈസ നിങ്ങൾക്ക് തന്നേക്കാം, എന്നാന്ന് വെച്ചാൽ ചെയ്തേക്കാം. ഇതാണ് ഇപ്പോൾ ഇവിടെ എല്ലായിടത്തും നടക്കുന്നത്. എല്ലാവർക്കും കൂടുതൽ ആൾക്കാർക്ക് അതാണ് സന്തോഷം. ഇതെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നതെന്നോ? ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മൾ എന്ത് ഡിഗ്രിയോ എന്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും അതിനേക്കാളും ശരിക്കും ഏറ്റവും സെൻസിബിൾ ആയിട്ടുള്ള കാര്യം നമ്മൾ മാനേജ് ചെയ്തല്ലേ ആവശ്യമുള്ളൂ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇപ്പം ഇവിടെയൊക്കെ US വെയ്റ്റ് മാനേജ്മെൻറ്റ് ഭയങ്കര ബിസിനസ്സാകും കേട്ടോ. വെയ്റ്റ് മാനേജ്മെൻറ്റ് US ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന, അവിടെ 1-2 മരുന്നുകളുണ്ട്, ഒസംബിക്കെന്നും സെബോണ്ടെന്നൊക്കെയാണ് അതിൻ്റെ പേര്. ഇതുപോലത്തെ മരുന്നുകളുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഡയബറ്റിക്കിനുള്ള ഡ്രഗാണ് അവിടെ കൊടുത്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഈ ഡ്രഗ് കഴിക്കുന്നവർക്ക് വെയിറ്റ് കുറയുന്നുണ്ട്. ഇപ്പോൾ അതിനെ വെയിറ്റ് കുറയാനുള്ള മരുന്നായിട്ടാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അതായത് വെയിറ്റ് ഇത് വണ്ണം കുറയ്ക്കാനല്ല, ശരിക്കും ഡയബറ്റിക്കിന് മരുന്നായിട്ട് കൊടുത്തുകൊണ്ടിരുന്ന സാധനം ഇത് കഴിക്കുമ്പോൾ ആൾക്കാർക്ക് വെയിറ്റ് കുറയുന്നുണ്ടെന്നും പറഞ്ഞ് ഇപ്പം വെയിറ്റ് മാനേജ്മെൻറ്റിനായിട്ട് ഈ മരുന്നുകൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അവിടെ. ഇപ്പോൾ US എന്നാ വെച്ചാൽ ആൾക്കാർ തിന്ന് വീർക്കുവാണ്, ആഹാരം കഴിച്ച് മരിക്കുകയാണ്. അതായത് ജീവിതത്തിൻ്റെ ഏറ്റവും സിംഹഭാഗം സമയവും നമ്മൾ ക്വാളിറ്റി ഇല്ലാതെ മരുന്നും മന്ത്രമായിട്ട് നീട്ടിക്കൊണ്ട് പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്ത് ജീവിക്കുക, പിന്നെ ആശുപത്രിയിൽ പോയി മരുന്ന് കിടക്കുക, അവർക്ക് കാശ് കൊടുത്ത് ഏൽപ്പിക്കുക. ഇത് നടന്നുകൊണ്ടിരിക്കുന്നതിനകത്ത് വ്യത്യസ്തമായിട്ട് നമ്മൾ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനിയുള്ള കാലത്ത് ഇതിനെക്കുറിച്ച് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കണം. അതിനകത്ത് ആരോഗ്യത്തിനകത്ത് നമ്മൾ പറയുകയാണെങ്കിൽ, ഹെൽത്തിനകത്ത് നമ്മൾ പറയുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണ്? യു ആർ വാട്ട് യു ഈറ്റ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താണ് അതിൻ്റെ അർത്ഥം? നിങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് കഴിക്കുന്നു, അതാണ് നിങ്ങൾ. സിമ്പിളാണ്. നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് കഴിക്കുന്നു, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. ഇതിനകത്ത് ഫാമിങ്ങുമായിട്ട് എന്താണ് ബന്ധം? സോയിലും ഫുഡും നമ്മുടെ ബോഡിയും സെയിം തന്നെയാണ്, ഡിഫറൻസ് ഒന്നുമില്ല. മണ്ണും ഫുഡും, മണ്ണിനകത്താണ് ഫുഡ് ഉണ്ടാകുന്നത്. മണ്ണും ഫുഡും നമ്മുടെ ശരീരവും രണ്ടും സെയിം തലമാണ്, സെയിം സാധനം തന്നെയാണ്, ഡിഫറൻറ്റ് ഫോമാണെന്ന് മാത്രമേ ഉള്ളൂ. ഇത് മനസ്സിലായി. അതുകൊണ്ടാണ് ഫാമിങ്ങിനകത്ത് ഇത്രമാത്രം പ്രാധാന്യം, നമ്മൾ കൃഷിയായിട്ട് നമ്മുടെ ജീവിതമായിട്ട് ഇത്രയും പ്രാധാന്യം വരുന്നതിൻ്റെ കാരണം അതാണ്. മണ്ണ് തന്നെയാണ്. മണ്ണിൻ്റെ ക്വാളിറ്റി പോയതുകൊണ്ടാണ് ഇന്ന് മനുഷ്യൻ്റെ ആരോഗ്യം പോയതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ. മണ്ണ് കംപ്ലീറ്റ് കണ്ടാമിനേറ്റഡായി,
ആ കംപ്ലീറ്റ് മണ്ണിനകത്ത് ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഉപയോഗിച്ച് മണ്ണിൻ്റെ കംപ്ലീറ്റ് ഫെർട്ടിലിറ്റി നഷ്ടപ്പെട്ടതാണ് ഇതിൻ്റെ ഇത്രയും ഹെൽത്ത് ഇഷ്യൂസ് വരുന്നതിൻ്റെ. അത് പിന്നെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന നമ്മളുടെ അറിവില്ലായ്മയും. ഈ ഫുഡ് എന്താണ്, ഫുഡ് ഇവിടെ എത്ര ആൾക്കാർ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ എത്ര ആൾക്കാർ പ്രാർത്ഥിച്ച് ഫുഡ് കഴിക്കാറുണ്ട്? നമ്മൾ വളരെ ആൾക്കാർ എത്ര ഇവിടെ വല്ലവരുണ്ടോ അങ്ങനെ ഫുഡ് കഴിക്കുന്നവരുണ്ട്, പ്രാർത്ഥിച്ചിട്ട് കഴിക്കുന്നവരുണ്ടോ? തമാശയായിട്ടല്ല, സീരിയസ് ആയിട്ടുള്ളത്. മനസ്സുകൊണ്ട്. ഓക്കെ. അതായത് ഒരു ഫുഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബ്ലഡും ഫ്ലഷും ആകുന്നതാണ്. ഏറ്റവും കൂടുതൽ ബഹുമാനത്തോടെ ഒരാൾ കഴിക്കേണ്ടത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു എക്സാമ്പിൾ പറഞ്ഞു. നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ഫാദർ, അദ്ദേഹത്തിൻ്റെ വൈഫ് മരിക്കാൻ കിടക്കുന്ന സമയത്ത് പോലും 3 ദിവസം അൺകോൺഷ്യസ് ആയിട്ട് കിടന്നിട്ട് പോലും വൈഫ് കണ്ണ് തുറന്നെന്ന് പറഞ്ഞിട്ടും പുള്ളി കഴിച്ചുകൊണ്ടിരുന്നിടത്ത് എഴുന്നേറ്റ് പോയില്ല. തിരിച്ചു വന്നപ്പം ആൾ മരിച്ചു. അത്രമാത്രം റെസ്പെക്റ്റ്. അതായത് കഴിച്ചുകൊണ്ടിരിക്കുന്നിടത്ത്, ഇപ്പോൾ ഞങ്ങളൊക്കെ വേണമെങ്കിലും വീട്ടിൽ കേട്ടിട്ടുണ്ട്, കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആര് വന്നാലും എഴുന്നേക്കണ്ട. മറ്റേ സാധാരണ കാരണന്മാർ ആര് വന്നാലും ചാടി എഴുന്നേക്കണം എന്ന് പറയുന്നവർ തന്നെ നമ്മളോട് കുഞ്ഞുപ്രായത്തിൽ പറഞ്ഞിട്ടുണ്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് എഴുന്നേറ്റ് പോകണ്ടെന്ന്. അവരാര് വന്നാലും എഴുന്നേക്കണ്ട. കാരണം അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് മുമ്പിലിരിക്കുന്നത്. ആ ഒരു കാഴ്ചപ്പാടുണ്ടായാൽ തന്നെ നമ്മൾ ഫുഡിനെ റെസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പം മുതൽ നമ്മുടെ ഹെൽത്തിനെ റെസ്പെക്റ്റ് ചെയ്യുകയാണ്, നമ്മുടെ ലൈഫിനെ റെസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഈ ഒരു കൾച്ചർ എന്നാൽ നമ്മൾ ചുമ്മാ കണ്ണിൽ കണ്ട ചപ്പും ചവറും സാധനങ്ങളും അടിച്ച് കയറ്റുക, എന്താ കഴിക്കുന്നറിയാമല്ല, എന്തിനാ. അപ്പം 50% നമ്മുടെ ഹെൽത്താണ്. ഒരു ഹെൽത്തിനെ കുറിച്ച് പറയുന്ന പലരും എക്സസൈസ് ചെയ്യുന്നവർ ധാരാളം ആൾക്കാരുണ്ടാവും. 50%. പക്ഷേ ആരോഗ്യത്തിൻ്റെ ടോട്ടാലിറ്റി നമ്മൾ പറയുകയാണെങ്കിൽ 50% ഫുഡാണ്, 25% എക്സസൈസ് എന്ന് പറയാൻ പറ്റും. അടുത്ത 25% ആണ് സ്ട്രെസ് മാനേജ്മെൻറ്റും ഉറക്കവും. 50% നമ്മുടെ ഹെൽത്തിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം ഫുഡ് തന്നെയാണ്. അതായത് ഫുഡ് കറക്റ്റ് ചെയ്യുക. ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ മരുന്ന് കൊണ്ട് മാറ്റാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഇന്നത്തെ പല മരുന്ന് കഴിച്ചാലും മരുന്നിൻ്റെ ഡോസ് കൂട്ടിത്തരാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ. മരുന്നുകൊണ്ട് ലൈഫ് സ്റ്റൈൽ ഡിസീസ് മാറ്റാം. ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഇന്നുള്ള രോഗങ്ങൾ എന്താണ്? ലൈഫ് സ്റ്റൈൽ ഡിസീസ്. അതായത് ബാക്ടീരിയ, വൈറസ് കൊണ്ട് വന്നിരുന്ന രോഗങ്ങളെല്ലാം ഇറാഡിക്കേറ്റ് ചെയ്യാൻ മെഡിക്കൽ സയൻസിന് സാധിച്ചു. പക്ഷേ ഇന്ന് വരുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്, അല്ലെങ്കിൽ എന്താണ്, ജീവിതശൈലി രോഗങ്ങളാണ്. ജീവിതശൈലി രോഗം മാറ്റാൻ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ. എന്താണ്? ജീവിതശൈലി മാറ്റുക. ഇത് മാത്രമേ ഉള്ളൂ. ജീവിതശൈലി രോഗത്തിന് മരുന്നില്ല. തരുന്ന മരുന്ന് അതിൻ്റെ ലക്ഷണങ്ങൾ അറിയാതിരിക്കാനുള്ള മരുന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ലക്ഷണം എന്താണ്? ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക, അവിടെ ഷുഗർ കൂടി നിൽക്കുന്നത്, അത് താക്കാനുള്ള മരുന്ന്, അത്രേ ഉള്ളൂ. അതിൻ്റെ അസുഖം പോയിട്ടൊന്നുമില്ല, അസുഖം കൂടുന്നേ ഉള്ളൂ. അപ്പോൾ അത് കഴിയുമ്പോഴത്തേനും മരുന്ന് ഡോസ് കൂട്ടിത്തരും. ഇത് നടക്കുള്ളൂ, ഇതേ നടക്കുള്ളൂ. ഇതാണ് പ്രാക്ടിക്കലി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ചികിത്സ. ഇതാണ്. അതുകൊണ്ട് അസുഖമല്ല മാറുന്നത്, അസുഖത്തിൻ്റെ ലക്ഷണം മാറും. അത് നമുക്ക് സമാധാനം. എൻ്റെ എല്ലാം കൺട്രോളിലാണ്. എന്താണ്? ഞാൻ 16 എത്രയുണ്ട് ഇൻസുലിൻ? 16 എടുക്കുന്നുണ്ട്, അല്ലെ 24 വെച്ച് രാവിലെയും വൈകുന്നേരവും, അല്ലെ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം 24 എടുക്കുന്നുണ്ട്. റീഡിംഗ് ഒക്കെ ഓക്കെ. ഇപ്പം 200 ഉള്ളൂ. വലിയ കാര്യമായി 200 ഉള്ളൂ റീഡിങ്. 3 നേരം 24 വെച്ചിട്ട് ഇൻസുലിൻ എടുക്കുന്നുണ്ട്. റീഡിങ് ഓക്കെ എന്നാണ് പറയുന്നത്. ഇത് അസുഖം മാറിയെന്ന് നമ്മുടെ വിശ്വാസം. സപ്രസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ലക്ഷണത്തിനെ വേണം ചികിത്സിച്ചെന്ന് പറയാം. അസുഖത്തിനെ ചികിത്സിച്ചിട്ടില്ല. അസുഖത്തിൻ്റെ റൂട്ട് കോസിനെ അഡ്രസ്സ് ചെയ്തിട്ടില്ല. അതാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറഞ്ഞാൽ. ലൈഫ് സ്റ്റൈൽ ചേഞ്ചിലൂടെ മാത്രമേ പോസിബിൾ ഉള്ളൂ. ഇത് വളരെ ചുരുക്കം ആൾക്കാർ ചെയ്യുള്ളൂ. ആൾക്കാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ കഴിക്കണം, ഇഷ്ടമുള്ളതുപോലെ കഴിക്കണം, ഇഷ്ടമുള്ളപ്പം കഴിക്കണം. ഇതാണ് ഉള്ളത്. ഞാൻ പറഞ്ഞില്ല, മമ്മൂട്ടി തന്നെ പറയാറുള്ളത് ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാം. അദ്ദേഹം പറയുന്നത് വളരെ നല്ല സെൻറ്റൻസാണ്. ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാം, ഇഷ്ടമുള്ളിടത്തോളം കഴിക്കരുതെന്നുള്ളതേ ഉള്ളൂ ആണ് പറയുന്നത്. വളരെ വാലിഡ് പോയിൻ്റാണ്. നമ്മുടെ ബോഡി അങ്ങേറ്റം ആഗ്രഹിക്കുന്നുണ്ട് ഇത് കറക്റ്റ് ചെയ്യാൻ. ഇത് തന്നെയാണ് മണ്ണ്. ഞാൻ ഇതുമായിട്ടുള്ള കണക്ഷൻ എന്താണ്? കൃഷിയായിട്ടുള്ള കണക്ഷൻ എന്താണ്? നമ്മുടെ ശരീരത്തിൻ്റെ ശരിക്കും ആ ഫാമിങ് മനസ്സിലാക്കിയാൽ നമ്മുടെ ശരീരം മാനേജ് ചെയ്യാൻ അറിയാം. അല്ലെങ്കിൽ ആ ഫാമിങ്ങിനകത്തുള്ള ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫാമിങ് വളരെ സിമ്പിളാണ്. ഇത് രണ്ടും വളരെ കണക്റ്റഡാണ്, വെൽ കണക്റ്റഡാണ്. മണ്ണിൽ സോയിൽ ബിൽഡിംഗ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട. മണ്ണിനെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക, മണ്ണിനെ എൻറിച്ച് ചെയ്തുകൊണ്ടിരിക്കുക, മണ്ണിൽ ബാക്ടീരിയ പോപ്പുലേഷൻ കൂട്ടിക്കൊണ്ടിരിക്കുക, മണ്ണിൽ പോഷകങ്ങൾ കൂടുതൽ കൊടുത്തുകൊണ്ടിരിക്കുക, മണ്ണിനെ ഓവറായിട്ട് സോക്ക് ചെയ്യാതിരിക്കുക. മണ്ണിനെ ഓവറായിട്ട് സോക്കിങ് എഗെയിൻ ന്യൂട്രീഷൻ ഡിപ്ലീഷൻ ഉണ്ടാവും. മണ്ണിനെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയാവുന്ന ഒരാൾ കൃഷിയിൽ സക്സസ്ഫുൾ ആകുമെന്ന് പറയുന്നതിൻ്റെ റീസൺ ഇത് തന്നെയാണ്. മണ്ണിൻ്റെ സാധനമാണ് നമ്മുടെ വയറിൻ്റെ സാധനം. നമ്മുടെ വയറിലെ ബാക്ടീരിയ ഈ ഭാഗത്തിനെ കുടലിനെ പറയുന്ന ഗട്ട് എന്നാണ്. ഗട്ടിൻ്റെ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ, ഗട്ട് എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ സെക്കൻഡ് ബ്രെയിൻ ആണെന്നാണ് പറയുന്നത്. സെക്കൻഡ് ബ്രെയിൻ ആണെന്ന് പറയുന്നുണ്ടെങ്കിലും ഗട്ട് ഫസ്റ്റ് ബ്രെയിനിനെ കൺട്രോൾ ചെയ്യുന്ന പോലും ഗട്ടാണ്. അതായത് വയറ് ഡൈജഷൻ പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ബ്രെയിനിനെ വരെ ബാധിക്കും. അപ്പം അതിൻ്റെ മുകളിലാണ് ഗട്ടിൻ്റെ സാധനം എന്നാണ് അതിൻ്റെ അർത്ഥം. സെക്കൻഡ് ബ്രെയിൻ എന്നാണ് പറയുന്നെങ്കിലും ഫസ്റ്റ് ബ്രെയിനിനെ പോലും കൺട്രോൾ ചെയ്യുന്നത്. ഡൈജഷൻ ശരിയായില്ലെങ്കിൽ നമ്മുടെ മൂഡിനെ ബാധിക്കുന്നുണ്ടോ? ഉണ്ട്. ഡൈജഷൻ അതായത് ഈ ഗട്ട് ആണ് നമ്മുടെ ചിന്തകളെ പോലും നിയന്ത്രിക്കുന്ന അർത്ഥം. മണ്ണിലെ ബാക്ടീരിയ, നമ്മൾ പ്രീമിയം പോലത്തെ പ്രൊഡക്റ്റ് കൊടുക്കുന്നു, അല്ലെ മണ്ണിൽ ബാക്ടീരിയ പോപ്പുലേഷൻ കൂട്ടണം എന്ന് എല്ലാവരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. മണ്ണിൽ ബാക്ടീരിയ പോപ്പുലേഷൻ കൂട്ടുന്ന പോലെയാണ് നമ്മുടെ വയറിലെ ബാക്ടീരിയ. സെയിമാണ്. ഞാനിത് രണ്ടും ഒന്ന് തന്നെയായിട്ടാണ് കാണുന്നത്.
മണ്ണിൽ ബാക്ടീരിയ പോപ്പുലേഷൻ കൂട്ടണം. അതിനാണ് നമ്മൾ ജീവാമൃതം, ചാണക, സ്ലറിയൊക്കെ ഉപയോഗിക്കുന്നു പറയുന്നത്. സെയിം തന്നെയാണ് പ്രോബയോട്ടിക്സ്. മനുഷ്യനാണെങ്കിൽ അതിനെ പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത്. പ്രോബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫെർമെൻറ്റഡ് സാധനങ്ങൾ, തൈര് ഇതുപോലത്തെ സാധനങ്ങളാണ്. അതിനകത്താണ് ബാക്ടീരിയ. അത് ഓവറായ ചീത്തയാണ്, ഓവറായ ചീത്തയാണ്. പുളി വല്ലാതെ കൂടിയ ചീത്തയാണ്, സ്റ്റൊമക്കിന് ചീത്തയാണ്. ആ പാകത്തിനുള്ള പുളിയുള്ള സാധനത്തിന് പ്രോബയോട്ടിക്സ് ആണ്. അത് ഗട്ട് ബാക്ടീരിയയാണ്. ആൻറ്റിബയോട്ടിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻറ്റിബയോട്ടിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരീരത്തിലെ ബാക്ടീരിയയെ നശിപ്പിക്കുന്നത്. മോശം ബാക്ടീരിയ നശിപ്പിക്കാനുള്ളതാണ് ചെയ്യുന്നത്. മോശം ബാക്ടീരിയ പോകുന്ന കൂടെ നല്ല ബാക്ടീരിയയും പോകും. അതിൻ്റെ അർത്ഥം ആൻറ്റിബയോട്ടിക് കഴിക്കരുതെന്നല്ല. അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം. അതായത് ആൻറ്റിബയോട്ടിക് കഴിച്ചാൽ നമുക്ക് കുറേ ദിവസത്തേക്ക് ക്ഷീണം ഉണ്ടാകുന്നു, വിശപ്പുണ്ടാവില്ല. റീസൺ എന്താണ്? ബാക്ടീരിയ നശിച്ചുകൊണ്ടാണ്. വയറിലെ ബാക്ടീരിയ, കുടലിലെ ബാക്ടീരിയ, ഗട്ടിലെ ബാക്ടീരിയ നശിക്കുന്നതുകൊണ്ടാണ്. സിമ്പിളാണ്. അതിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ആണ് തൈര് പോലത്തെ സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പ്രോബയോട്ടിക്സ് ആണ്. അത് കൊടുത്താൽ ഡൈജഷൻ ഇമ്പ്രൂവ് ആയിട്ട് വരും. നല്ല ബാക്ടീരിയ നമ്മൾ പിന്നെ സപ്ലിമെൻറ്റ് ചെയ്യണം. ഇത് തന്നെയാണ് നമ്മൾ മണ്ണിലെ സാധനം. സെയിമാണ്. കൃഷിയായിട്ട് നോക്കുകയാണെങ്കിൽ കറക്റ്റാണ്. ഇത് മനസ്സിലാക്കിയാൽ സംഭവം വളരെ എളുപ്പമായി. മണ്ണ് നമ്മുടെ വയറ്റിലെ ബാക്ടീരിയ പോലെ തന്നെയാണ് ഈ മണ്ണിലെ ബാക്ടീരിയ. സെയിമാണ്. അതുകൊണ്ടാണ് മണ്ണും ഫുഡും നമ്മുടെ ബോഡിയും സെയിമാണ്. ഡിഫറെൻറ്റ് ഫോമിലിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. സെയിം സാധനങ്ങൾ തന്നെയാണ്. ഇത് മാനേജ് ചെയ്യാൻ അറിയാവുന്ന ആൾ ഇത് മാനേജ് ചെയ്യാൻ അറിയാം. ഫുഡ് മാനേജ് ചെയ്യാൻ അറിയാവുന്നൊരു ശരീരം മാനേജ് ചെയ്യാൻ സിമ്പിളായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇത്രമാത്രം പഴയ ആൾക്കാർ, നമ്മുടെ കാരണവന്മാർക്ക് പഴയ ആൾക്കാർ ഇതൊക്കെ മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്. മാത്രമല്ല ഇന്ന് ഫുഡിലുള്ള ഏറ്റവും വലിയ ഒത്തിരി ചലഞ്ചസ് എന്ന് പറഞ്ഞാൽ ഫുഡ് വളരെ പറിച്ചിട്ട് ഏറ്റവും ഹെൽത്തി ആയിട്ട് ഒരാൾ കഴിക്കണമെങ്കിൽ വെജിറ്റബിൾസോ ഫ്രൂട്ട്സോ പറിച്ചതിന് ശേഷം ഒരു 90 മിനിറ്റിനകത്തെങ്കിലും അകത്ത് കഴിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള സാധനം അതാണ്. പ്ലക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1.5 മണിക്കൂറിനകം നമുക്ക് കറി വെക്കാൻ സാധിച്ചാൽ ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ടാവും. പറിച്ച് ഇന്നത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കൂടുതൽ കൊമേഴ്ഷ്യലായില്ല. പറിക്കുന്നത് ഒരു സ്ഥലത്ത് ആ കൃഷി ചെയ്യുന്നതിനകത്ത് തന്നെ ഒത്തിരി റോങ് പ്രാക്ടീസുകൾ. അത് കഴിഞ്ഞത് പറിച്ചിട്ട് സ്റ്റോർ ചെയ്യുന്നത് വേറെ ദിവസങ്ങളോളം, ആഴ്ചകളോളം, മാസങ്ങളോളം കഴിഞ്ഞ് വരുന്നു. അത് സൂപ്പർ മാർക്കറ്റിൽ വെച്ചും ഇതെല്ലാം കഴിഞ്ഞ് കിട്ടുന്നു. വീട്ടിൽ കിട്ടിയതിന് ശേഷം ബാക്കി കുറേ പരിപാടികളോട് നമ്മൾ ചെയ്യുന്നു. എന്താണ് പിന്നെ അതെടുത്ത് ഫ്രിഡ്ജ് വെക്കുന്നു. തണുപ്പിച്ചാൽ ഒത്തിരി ന്യൂട്രിയൻസ് നഷ്ടപ്പെടും. കുക്കറിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സർട്ടൻ ലെവലിൻ്റെ മുകളിൽ ടെമ്പറേച്ചറിലേക്ക് കഴിഞ്ഞാൽ ഒത്തിരി ന്യൂട്രിയൻസ് പോകും. നമ്മൾ പല ആൾക്കാരും, അതാ ഞാൻ ഇടയ്ക്ക് നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു, അതായത് പ്രോട്ടീൻ കിട്ടണമെങ്കിൽ നോൺ വെജിറ്റേറിയൻ ഫുഡ് കഴിച്ചാലേ പറ്റുള്ളൂ എന്ന് പൊതുവെ ഒരു വിശ്വാസം പരക്കെ ആൾക്കാരുടെ ഇടയിലുണ്ട്. പ്രോട്ടീൻ കിട്ടുന്ന ഇവിടുന്ന്. ഞാൻ വെജിറ്റേറിയൻ ആൾക്കാർക്ക് പ്രോട്ടീൻ കിട്ടുകയില്ല. ഒരു പരിധി വരെ ശരിയാണ്. എന്തുകൊണ്ടാണെന്നറിയോ? കുക്ക് ചെയ്ത വെജിറ്റേറിയൻ സാധനമാണെങ്കിൽ കറക്റ്റാണ്, പ്രോട്ടീനിൻ്റെ അളവ് ഭയങ്കരമായിട്ട് കുറയും. പ്രോട്ടീൻ ഈ ഫ്രഷ് സാധനം കഴിച്ചാൽ പ്രോട്ടീൻ അതിനകത്ത് ആവശ്യത്തിന് സാധനം ഉണ്ട്. പക്ഷേ ഫ്രഷ് സാധനം നമുക്ക് കഴിക്കാൻ പറ്റുന്നില്ല. അത് ചില ആൾക്കാർക്ക് ചിലപ്പോൾ അത്ര വിശ്വാസം ഇല്ലായിരിക്കും. വിശ്വാസം ഇല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ടൊരു കാര്യം ഓർത്താൽ മതി. ഏറ്റവും കൂടുതൽ വെജിറ്റബിൾസ് മാത്രം കഴിക്കുന്ന ആൾക്കാരാണ് ആനയും കാട്ടുപോത്തും ഒക്കെ. അവരോടൊന്ന് പിടിക്കാവുന്ന ഏറ്റുമുട്ടാവോ? അവരെവിടെയാണ് നോൺ വെജിറ്റേറിയൻ ഫുഡിന്? രാവിലെ ചിക്കൻ ഫ്രൈയും മട്ടനുമാണോ കഴിക്കുന്നത്? അല്ല. വെജിറ്റേറിയൻ സാധനം ആയിട്ടുള്ള ഈ മൃഗങ്ങൾക്ക് ഇവിടുന്ന് പിന്നെ അവർ വളരാനുള്ള പ്രോട്ടീനുള്ളത്. ഫ്രഷാണ് കഴിക്കുന്നതെങ്കിൽ വെജിറ്റേറിയൻ ആണെങ്കിലും കുഴപ്പമില്ല. ഫ്രഷാണോ എന്നുള്ളതാണ്. കുക്ക് ചെയ്യാത്ത ഫ്രഷായിട്ട് കഴിക്കാവുന്ന റോ സാധനം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വെജിറ്റേറിയനിലാണേലും പ്രോട്ടീൻ ആവശ്യത്തിന് കിട്ടും. നമുക്കത് സാധിക്കാത്തത് കൊണ്ടാണ് കുക്ക് ചെയ്ത് കഴിക്കുമ്പോഴത്തേന് അത് പോരാതെ വരും. കുക്ക് ചെയ്ത് കഴിക്കുമ്പോഴത്തേന് അതിൻ്റെ പ്രോട്ടീൻ മാത്രമല്ല ഫ്രഷ് കഴിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ല, പറിച്ചാൽ 90 മിനിറ്റിനകം നമ്മൾ കഴിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു അവസ്ഥ. അതുപോലെ തന്നെ മുഴുവൻ തന്നെ കണ്ടാമിനേറ്റഡ് ആണ്. ന്യൂട്രീഷൻ വാല്യൂ ഭയങ്കരമായിട്ട് കുറഞ്ഞു. ന്യൂട്രീഷൻ വാല്യൂ കുറയാൻ എന്താ കാരണം? കഴിക്കുന്ന പച്ചക്കറികളിൽ ന്യൂട്രീഷൻ വാല്യൂ വളരെ കുറഞ്ഞു, പച്ചക്കറികളിലും പഴങ്ങളും. റീസൺ എന്താണ്? മണ്ണിലില്ല. മണ്ണിലുണ്ടായിരുന്ന മുഴുവനും നമ്മൾ ഫാമിംഗ് ആകുമ്പോൾ, അതായത് ഓർഗാനിക്കിനെ കുറിച്ച് തന്നെ പല ആൾക്കാരും പറയുന്നുണ്ട്. ഓർഗാനിക് എന്ന് പറഞ്ഞ വാക്ക് തന്നെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ടത്, പ്യുവർ ജൈവ കൃഷിക്കാരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, ഓർഗാനിക് എന്ന് പറഞ്ഞാൽ ഓർഗാനിക്കലി ഗ്രോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പണ്ടത്തെ കാലത്ത് നമ്മുടെ പറമ്പിൽ വളരുന്ന സാധനങ്ങളെ ഓർഗാനിക്കലി ഗ്രോൺ എന്ന് പറയാം. ഒരു കൃഷി, ഒരു തോട്ടം ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഓർഗാനിക്കാന്ന് പറയാൻ പറ്റും? ബാക്കി ചെടികളെയും മരങ്ങളെയും മുഴുവൻ വെട്ടിക്കളഞ്ഞിട്ട് നമ്മൾ 10 അടി അകത്തി വാഴ വെച്ചു, അല്ലെ 10 അടി അകത്തൊരു സാധനം ചെയ്യുന്നതിന് ഓർഗാനിക് എന്ന് നമ്മൾ പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അവിടെ ചാണകം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ, ഗോമൂത്രം ഉപയോഗിച്ചിട്ടുള്ളൂ, സ്ലറി ഉപയോഗിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഓർഗാനിക്കാന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഒരു ബഡ് തൈ കൊണ്ട് വെച്ചിട്ട് ഒരു ചെടിയാൽ വേറൊരു ചെടിയുടെ തൊലി ഒട്ടിച്ച് വെച്ചിട്ട് നമ്മൾ ഓർഗാനിക്കാന്ന് ക്ലെയിം ചെയ്യുന്നതിനകത്ത് നമ്മൾ ഓർഗാനിക് ജൈവ കൃഷിക്കാർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുകയല്ലോ കേട്ടോ ഞാൻ പറയുന്നത്. ഞാൻ റിയാലിറ്റി സത്യമാണ് പറയുന്നത്, അത്രയേ ഉള്ളൂ. ഞാൻ ഇതിന് വളരെ ന്യൂട്രലായിട്ടാണ് എന്ന് പറയുന്നത്.
അതായത് ഒരു ചെടിയെ കൊണ്ട് വേറൊരു ചെടിയുടെ തൊലി ഒട്ടിച്ച് വെച്ച് വളർത്തുന്നതാണല്ലോ ബഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, അല്ലെ ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. നമ്മൾ വിശ്വസിക്കുന്നത്, നമ്മൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഞാൻ ഓർഗാനിക് കൃഷിയാണ് എന്ന് പറയുന്നു. അപ്പോൾ ഇത് തന്നെ ഇതിനകത്തൊരു വൈരുദ്ധ്യമില്ലെന്ന് ആലോചിച്ച് നോക്കുക. അപ്പം ഇനി ഇൻ്റർനാഷണൽ ലെവലിൽ ഇതിനൊരു ഇതൊക്കെ ഉണ്ടാകും, നിയമങ്ങളൊക്കെ ഉണ്ടാകും. ഓർഗാനിക് എന്ന് പറഞ്ഞാൽ ആർക്കാണ് ഉപയോഗിക്കുന്നത്? ഓർഗാനിക് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി നാച്ചുറൽ. കൃഷി എന്ന് പറഞ്ഞാൽ തന്നെ ഇനോർഗാനിക് ആവും. നമുക്കിഷ്ടമുള്ള ഒരു ചെടി മാത്രം വെച്ച് വളർത്തുന്നതിനെ ഓർഗാനിക് ഫാമിംഗ് എന്നൊക്കെ നാട്ടിൽ അത് ആണ് എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷ. അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ അതിൻ്റെ റിയാലിറ്റി ഇതാണെന്നുള്ള കാര്യം നമ്മൾ സത്യം എന്താണെന്ന് വെച്ചാൽ മനസ്സിലാക്കുക. അപ്പോൾ ന്യൂട്രീഷൻ വാല്യൂ ഭയങ്കരമായിട്ട് കുറഞ്ഞു. റീസൺ എന്താണ്? തോട്ടമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ചെടി തന്നെ നമ്മൾ ഒറ്റയ്ക്ക് പറമ്പിൽ നിന്ന് വളരുന്ന പോലെ അല്ല. നമ്മൾ കൃഷി ചെയ്താൽ രോഗം വരും. പല ആൾക്കാരും പറയാറുണ്ട് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ രോഗം വരും. പറമ്പിലൊക്കെ തന്നെ ഇഷ്ടംപോലെ ഉണ്ടാകാറുണ്ട്. കാരണം എന്തുകൊണ്ടാണ്? പറമ്പിൽ അത് മാത്രമല്ല, ആ ചെടി മാത്രമല്ല, മറ്റു പല ചെടികളും അതിനുണ്ട്. ഇതിന് വേണ്ട, പ്ലാവിന് വേണ്ട ന്യൂട്രിയൻസ് അല്ല ആയിരിക്കും കൂടുതലും മാവിന് വേണ്ടത്. അപ്പുറം വേറൊരു സാധനത്തിന് വേണ്ടത് വേറെ സാധനങ്ങളാണ്. ഒരേ സാധനം തന്നെ നിരത്തി പിടിച്ച് നമ്മൾ വെക്കുമ്പോൾ തന്നെ എല്ലാത്തിനും വേണ്ട സെയിം ന്യൂട്രിയൻസ് ആണ്. തോട്ടമാകുമ്പോൾ രോഗം വരുന്നതിൻ്റെ കാരണം അതാണ്. നമ്മൾ ഒറ്റയ്ക്ക് ഒരു പറമ്പിൽ നിൽക്കുന്ന ഒരു സാധനത്തിന് രോഗമില്ലാതെ തന്നെ കായ ഉണ്ടാവും. തോട്ടമായിട്ട് നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ രോഗം വരും. റീസൺ ഇതാണ്. ന്യൂട്രിയൻസ് ഈ സെയിം, എല്ലാ ചെടികൾക്കും വേണ്ട പോഷകങ്ങൾ സെയിമാണ്. ഇതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ അസുഖം ഉണ്ടാകുന്ന പലപ്പോഴും പാരമ്പര്യമാണെന്ന് പൊതുവെ എല്ലാവരും പറയാറുണ്ട്. ഡോക്ടർമാരും പല സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേനും അവർ നമ്മുടെ അപ്പന് അസുഖമുണ്ടോ, അപ്പൻ്റെ അമ്മയ്ക്ക് അസുഖം, അതെല്ലാം പിടിച്ചു പോകുന്നു. പക്ഷേ കൂടുതൽ കേസിലും നമ്മൾ വീട്ടിലെ ആഹാരം പാരമ്പര്യമാണ്. നമ്മൾ അപ്പനും അമ്മയും കഴിച്ചുകൊണ്ടിരുന്ന ആഹാരം തന്നെയാണ് നമ്മൾ കഴിക്കുന്നത്. നമ്മൾ കഴിക്കുന്ന ആഹാരം തന്നെയായിരിക്കും നമ്മുടെ വീട്ടിലെ പിള്ളേരും കഴിക്കുന്നത്. മിക്കവാറും രോഗം ഇതിൻ്റെ കൂടെ തന്നെയാണ് പോകുന്നത്. രോഗം പാരമ്പര്യമാകുന്നതിൻ്റെ നല്ല ശതമാനം സാധ്യതയും, അങ്ങനെ ഒരു സാധ്യതയും കൂടെ ഉണ്ട്, ജീനിൻ്റെ മാത്രമല്ല. ഇപ്പോൾ ലേറ്റസ്റ്റ് പല പഠനങ്ങളും ജീനുമായിട്ട് യാതൊരു ബന്ധമില്ലെന്നുള്ള പഠനങ്ങളും പുറത്തു വരുന്നുണ്ടെന്നാണ് പറയുന്നത്. ജീനുമായിട്ടൊരു ബന്ധമില്ല അടുത്ത ജനറേഷൻ വരുന്നതിനകത്ത്, അങ്ങനെയും പഠനങ്ങൾ പറയുന്നുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഫുഡ് എന്തായാലും ഉറപ്പായിട്ടും ഫുഡ് എന്ന് പറയുന്നത് സാധനത്തിനാണ് വളരെ ഇമ്പോർട്ടൻറ്റ് റോളുള്ളത്. നമ്മൾ ഏത് ഇൻഡസ്ട്രിയിലാണ്? നമ്മൾ അഗ്രികൾച്ചറും ഫുഡ് ഇൻഡസ്ട്രിയിലാണ്. അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ ഫുഡ് ഇൻഡസ്ട്രി. മനുഷ്യന് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്നതിന് നാളെ രാജാവാകും ഭാവിയിൽ. അമേരിക്കയിലോ, ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് മൗറീഷ്യസിലുണ്ട്, അവിടേക്ക് ഏറ്റവും ലൈഫ് സ്റ്റൈലുള്ളത് ഫാമുള്ളവരാണ്. US ഫാമുള്ള ആൾക്കാർക്ക് ഭയങ്കര കോടീശ്വരന്മാരാണ്, ഏറ്റവും ലൈഫ് സ്റ്റൈലുള്ളവരാണ്. അവരുടെ ഫാമിലെ ആൾക്കാർ ഫാം ഫ്രഷ് സാധനം വരാനായിട്ട് ഇപ്പം എന്നോട് ഞാൻ ഇന്നലെ പറഞ്ഞ ആൾ പറഞ്ഞേ ഉള്ളൂ. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഒരു അഡ്വക്കേറ്റ് പുള്ളി US പോകുന്നത്. പുള്ളിയുടെ ഒരു ഫ്രണ്ട് അവിടെ 800 ഏക്കർ ഫാമിനകത്ത് പശുവിനെയൊക്കെ അഴിച്ചു വിട്ടിരിക്കുക. മീറ്റിന് വേണ്ടി മാത്രമാണ്, ഇറച്ചിക്ക് വേണ്ടി മാത്രം, കറക്കാൻ വേണ്ടിയല്ല. കംപ്ലീറ്റ് അഴിച്ചു വിട്ട് 800 ഏക്കറിനകത്തേക്ക് അഴിച്ചു വിട്ടിട്ട് അവിടെയൊക്കെ അതിൻ്റെ മീറ്റിനൊക്കെ സ്പെഷ്യൽ വിലയാണ്. അഴിഞ്ഞ് നടന്ന് ആഹാരം കഴിക്കുന്ന സാധനത്തിന് സ്വാഭാവികമായിട്ട് അതിന് ന്യൂട്രീഷൻ വാല്യൂ കൂടുതലായിരിക്കും. നമ്മളൊരു എവിടെയെങ്കിലും കെട്ടിയിട്ടിട്ട് നമ്മൾ കൊടുക്കുന്ന കൈത്തീറ്റ മാത്രം കൊടുക്കുന്ന ഒരു കോഴിയുടെ മുട്ട കഴിച്ചാൽ നമ്മൾ കോഴിമുട്ടയാണെന്ന് പറഞ്ഞ് കഴിക്കുന്നതല്ലാതെ അഴിച്ചുവിട്ട് ഫാമിൽ അഴിച്ചുവിടുന്ന സാധനത്തിന്, കാരണം അതിന് വേണ്ട നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഒരു സാധനത്തിനകത്തുള്ള പോഷകങ്ങൾ മാത്രമല്ലേ അതിന് കിട്ടുന്നുള്ളൂ. മറ്റേ അഴിച്ചു വിടുമ്പോഴത്തേന് അതിന് വേണ്ട പുല്ലും അതിന് പോഷകമുള്ള കല്ലും പുല്ലും എല്ലാം കഴിച്ച് വളരുന്നത്. അതാണ് ഓർഗാനിക്കലി ശരിക്കും പറഞ്ഞാൽ നാച്ചുറലി ഗ്രോൺ എന്ന് പറയുന്നത്. അതിന് സ്പെഷ്യൽ റേറ്റാണ്. US ഓരോ സൂപ്പർ മാർക്കറ്റിൽ സ്പെഷ്യൽ ഏരിയ ഉണ്ട്, അതിന് വേറെ ഏരിയ വെച്ചേക്കും. അതും പിന്നെ ഓർഗാനിക് എന്ന് പറയാം കുറച്ചുകൂടെ. കംപ്ലീറ്റ്ലി അഴിച്ചു വിടുകയാണ്. നമ്മൾ കെട്ടിയിട്ടിട്ട് കൊടുത്തിട്ട് നമ്മൾ ഓർഗാനിക്കാണ് എന്ന് പറയുന്ന ഇതിനകത്ത് ഒരു പരിധി കൂടുതൽ അതിനകത്ത് ഇതില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി അങ്ങനത്തെ ഫുഡിനും അങ്ങനത്തെ ബിസിനസ്സിനും ഭയങ്കരമായിട്ട് സാധ്യത. അപ്പം ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമ്മളൊരു ഗ്രീൻ പ്ലാനറ്റിൻ്റെ കമ്മീഷൻ മാത്രമല്ല ഇതിനകത്തെ ഇൻകം. പിന്നെ ഗ്രീൻ പ്ലാനറ്റ് പ്രോഡക്റ്റ് വന്നതിന് ശേഷം അതിനകത്ത് കൃഷി ചെയ്ത് നമ്മൾ തന്നെ കൃഷി ചെയ്ത് നമ്മൾ കണ്ട് ബോധ്യപ്പെട്ടിട്ട് വേറെ ആൾക്കാരോട് പ്രോഡക്റ്റ് പരിചയപ്പെടുത്താനിരിക്കുന്ന ആൾക്കാരുണ്ട്. അത് തെറ്റായിട്ടുള്ള കൺസെപ്റ്റാണ്. ഇപ്പം ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്. ഞാൻ കൃഷി ചെയ്ത് ഗ്രീൻ പ്ലാന്റ് തുടങ്ങി 5 വർഷത്തിന് ശേഷമാണ്. കാരണം എന്താണ്? ഈ 5 വർഷം കൊണ്ട് ഞാനൊരു മിനിമം 500 ഫാമെങ്കിലും വിസിറ്റ് ചെയ്തു. ഈ 500 ഫാമുകൾ കയറി ഇറങ്ങിയതിൻ്റെ നോളജ് കൊണ്ടാണ് എൻ്റെ ഫാമിൽ നിന്ന് ലാഭത്തിൽ പോകുന്നത്. ഞാൻ ഇൻവോൾവ് ചെയ്യാതെ എനിക്ക് അറിവ് കിട്ടിയാൽ മതി, പണി വേറൊരാളെ കൊണ്ട് ചെയ്യുക. അതേ സ്ഥാനത്ത് ഞാൻ തന്നെ എൻ്റെ ഫാമിൽ ചെയ്ത് വിജയിപ്പിച്ചിട്ട് ബാക്കിയുള്ളവരോട് പറയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മുടെ എക്സ്പീരിയൻസ് ലിമിറ്റഡ് അല്ലേ. മാത്രമല്ല എപ്പോഴും മനസ്സിലാക്കുന്നത് ഫാം ചെയ്താൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കൃഷി ചെയ്താൽ ലാഭത്തിനും നഷ്ടത്തിനും സാധ്യതയുണ്ട് ഇല്ലേ. ഇവിടെ കൂടുതൽ ആൾക്കാർ നഷ്ടമാണെന്നാണല്ലോ പറയുന്നത്. ലാഭം ഉണ്ടാകാനും സാധ്യതയുണ്ടെന്ന് തന്നെ വെച്ചു. ലാഭം ഉണ്ടാകാനും നഷ്ടം ഉണ്ടാകാനും ചാൻസ് ഉണ്ട്. ആ സ്ഥാനത്ത് ഈ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്താൽ ലാഭം ഉണ്ടാകാൻ മാത്രമേ ചാൻസ് ഉള്ളൂ, നഷ്ടം ഉണ്ടാകാനുള്ള ചാൻസ് ഇല്ല. അപ്പം നമ്മൾ പഠിച്ചിട്ട് ചെയ്താൽ മറ്റതിനകത്ത് ലാഭം ഉണ്ടാവും, പഠിക്കാതെ ചെയ്താൽ കൃഷി നഷ്ടം വരും. പഠിച്ച് ഗ്രീൻ പ്ലാനറ്റിൻ്റെ പ്ലാറ്റ്ഫോമിലൂടെ കൂടുതൽ ആൾക്കാരുടെ ഫാമുകൾ വിസിറ്റ് ചെയ്യുകയും കൂടുതൽ ആൾക്കാരുടെ കൃഷിയിൽ ഇൻവോൾവ് ചെയ്യുകയും ഞാൻ ജീവിതകാലം മുഴുവൻ കൃഷി ചെയ്തുകൊണ്ടിരുന്ന ഒരു കൃഷിക്കാരനാണെന്ന് വിചാരിക്കുക. എനിക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവും? 50 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടാക്കാം. അതേ സ്ഥാനത്ത് ഞാൻ 50 വർഷം എക്സ്പീരിയൻസ് ഉള്ള 100 ഫാം വിസിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അവരുടെ 100 പേരുടെ കൃഷിയിൽ ഞാൻ എനിക്ക് ഇടപെടാൻ പറ്റിയാലോ? എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ആയി? 5000 വർഷത്തെ എക്സ്പീരിയൻസ് എൻ്റെ കയ്യിലായി. ഈ 5000 വർഷത്തെ എക്സ്പീരിയൻസോടുകൂടി എൻ്റെ കൃഷി എനിക്ക് നടത്താം.
അവരിൽ നിന്നൊക്കെ ഫ്രീ ആയിട്ട് ഞാൻ പഠിച്ചത്. അതാ ഞാൻ പറഞ്ഞ ഒരു ഡയറി എടുത്ത് വെക്കുക, ഡയറിയിൽ നോട്ട് ചെയ്ത് പോവുക. ഇത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കൃഷി ചെയ്യുള്ളൂ. കാരണം ഞാൻ ആദ്യത്തെ ഒരു 4-5 വർഷം ഇറങ്ങി നടന്ന്, ഇവർക്കൊക്കെ അറിയാം, ആദ്യമായിട്ടുണ്ടായിരുന്നവർക്ക് അറിയാം, നമ്മൾ ഇറങ്ങി നടന്ന് കേരളത്തിലെ എല്ലാ കൃഷിയിലും കൃഷിയിടത്തിലും ചാണകക്കുഴിയിലും എല്ലാം ഇറങ്ങി നേരിട്ട് നടന്ന് തന്നെയാണ് നമ്മളിത് ഡെവലപ്പ് ചെയ്തത്. അത് കഴിഞ്ഞ് വന്ന് ഞാൻ എല്ലാ നാട്ടിൽ ചെയ്യാവുന്ന എല്ലാ കൃഷികളും ചെയ്തു. നെൽകൃഷി ചെയ്തിട്ടുണ്ട്. അനീഷിനൊക്കെ അറിയാം, അനീഷൊക്കെ അവിടെ വരുന്നില്ല. നെല്ല് ചെയ്തിട്ടുണ്ട്, കപ്പ ചെയ്തിട്ടുണ്ട്, വാഴ ചെയ്തിട്ടുണ്ട്, പച്ചക്കറി കൃഷി ചെയ്തിട്ടുണ്ട്, പ്ലാവ് ഇപ്പോഴും ഉണ്ട്, പുല്ല് കൃഷി ചെയ്തിട്ടുണ്ട്. ചെയ്യാവുന്ന എല്ലാ പരീക്ഷണശാലയാണ്. അതിൽ നിന്ന് ലാഭമൊന്നും വേണ്ട. ലാഭം ഇല്ലെങ്കിലും കുഴപ്പമില്ല, നഷ്ടമാകാതിരുന്നാൽ മതി. ഒരാളെ വെച്ചിട്ടുണ്ട്, നമ്മൾ പരീക്ഷണശാലയാണ്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ വന്ന് പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്ത് റിസൾട്ട് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള പരീക്ഷണശാലയായിട്ടാണ് എൻ്റെ കൃഷി പോകുന്നത്. അത് നാട്ടിലുള്ളവർക്ക് പരസ്യമാണ്. അവിടുന്ന് ഇപ്പോൾ സാധനം എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ സാധനം എക്സ്പോർട്ട് പോകുന്നുണ്ട്. ചക്കയൊക്കെ നാട്ടിൽ 100 കൊല്ലമായിട്ട് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഇങ്ങനെ നോക്കി വയ്ക്കുന്നുണ്ട്, കൃഷി നഷ്ടമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടുന്ന് എക്സ്പോർട്ട് കയറി പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഡിഫറൻസ് എന്താണ്? നമ്മുടെ നോളജ് ഉണ്ട്, അത് അവരുടെ ഇല്ല. നമ്മൾ നോളജ് ഉണ്ടാക്കി, അത് അവരുടെ ഇല്ല. ഇന്നത്തെ മാർക്കറ്റ് എന്താണ്, ഏതാണ് ചെയ്യേണ്ടത്, ഏതാണ് എവിടെ സാധ്യത, ഇതൊക്കെ മാർക്കറ്റിൽ നമ്മൾ പോയി കഴിയുമ്പം കൃഷി ഗ്രൂപ്പുകളിലും അറിവുള്ള ആൾക്കാരുമായിട്ടുള്ള ഇൻട്രാക്ഷനും മീറ്റിങ്ങുകളും അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന അറിവുണ്ടാവും. ആ അറിവ് നാളെ നമ്മുടെ കൃഷിയിടത്തിന് പ്രോഫിറ്റ് ഉണ്ടാക്കി തരും. ഇതാണ് നമ്മൾ പോകേണ്ട റൂട്ട്. അതായത് ഗ്രീൻ പ്ലാനറ്റ് പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്താൽ ലാഭസാധ്യത മാത്രമേ ഉള്ളൂ, നഷ്ടസാധ്യതയൊന്നുമില്ല. കൃഷിക്കകത്ത് നഷ്ടസാധ്യതയുണ്ട്. അറിവുണ്ടാക്കിയാൽ ലാഭം ഉണ്ടാക്കാം, അറിവില്ലെങ്കിൽ നഷ്ടം ഉണ്ടാകും. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും സേഫായിട്ടുള്ള സാധനം ഏതാണ്? ആദ്യത്തെയാണ്. ഈ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുക, കൂടുതൽ ആൾക്കാരുടെ തോട്ടങ്ങൾ കൃഷിയിൽ ഇടപെടുക, അതിൽ കൂടെ നമ്മൾക്ക് നോളജ് ഉണ്ടാവും. ആ നോളജ് നമ്മുടെ കൃഷിഭൂമിയിൽ അപ്ലൈ ചെയ്ത് പ്രോഫിറ്റ് എടുക്കാൻ നോക്കുക. നമ്മുടെ ഇൻവോൾവ്മെൻറ്റ് ഇല്ലാതെ തന്നെ അത് പ്രോഫിറ്റബിൾ ആക്കാൻ പറ്റും. നമ്മുടെ കൃഷിസ്ഥലം അത് നമുക്ക് പരസ്യമായിട്ട് നിൽക്കുകയും ചെയ്യും. ആ കൃഷിസ്ഥലം നമുക്ക് പരസ്യമായി മാറുകയും ചെയ്യും. അതാണ് നല്ല അപ്രോച്ച്. അപ്പോൾ നമ്മൾ ഇന്ന് കഴിക്കുന്ന ആഹാരത്തിനകത്ത് ഏറ്റവും വലിയ വേറൊരു പ്രോബ്ലം, ഇന്ന് നമ്മൾ കഴിക്കുന്ന ആഹാരം വളരെ ലിമിറ്റഡ്. പച്ചക്കറികളോ സാധനങ്ങളൊക്കെയാണ് 7-8 സാധനങ്ങൾ മാത്രമാണ് നമ്മൾ കഴിക്കുന്നത്. ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി. എന്തുകൊണ്ടാണ് സപ്ലിമെൻറ്റ്സ് അഡീഷണലായിട്ട് ഉപയോഗിക്കണമെന്ന് പറയുന്നതിൻ്റെ റീസൺ എന്താണ്? നമ്മൾ ആ കൂടി 7-8-9 സാധനങ്ങളെ ആ കൂടി ഒരാൾ സാധാരണ ഒരാൾ കഴിക്കുന്നുള്ളൂ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ 250-300 സാധനം ഡിഫറൻ്റ് ആയിട്ടുള്ള ഇലകളും ഇതെല്ലാം ഫുഡിനകത്തുണ്ടായിരുന്നു. അതിന്നില്ല, ഇന്ന് മിസ്സിംഗ് ആണ്. അതുകൊണ്ട് ഒത്തിരി ന്യൂട്രിയൻസ് മിസ്സിംഗ് ആണ്. ഇതുകൊണ്ടാണ് സപ്ലിമെൻറ്റ്സ് ഉപയോഗിക്കേണ്ടി വരുന്നത് പ്രധാനമായിട്ടും. പിന്നെ വരുന്ന സാധനത്തിൻ്റെ ആണെങ്കിലും ക്വാളിറ്റി വളരെ പൂറാണ്. ആൾക്കാരെ വെച്ചാൽ ധാരാളം, നിങ്ങൾ ഇതിനകത്തൊക്കെ പല ക്ലാസ്സുകളിലും വീഡിയോയിലൊക്കെ കിട്ടുന്നത് ധാരാളം ഇലക്കറികൾ, ഇഷ്ടം പോലെ പച്ചക്കറികളും പഴങ്ങളിലൊക്കെ ആഹാരത്തിനകത്ത് ആഡ് ചെയ്യണമെന്ന് പറയുന്നത് എവിടെ കിട്ടും? എവിടെ? ചുമ്മാ കഥ വേണമെങ്കിൽ നമുക്കും പറയാം. എവിടെ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ നമുക്ക് ഇതിനകത്ത് തരുന്നുണ്ട്. വേറെ പുറത്ത് എത്ര പേർക്ക് ചെയ്യാൻ സാധിക്കും? പറ്റിയല്ല. ഇവിടെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വെറുതെ ഞാൻ എപ്പോഴും പറയാറ് 3 മാസം ക്ലാസ്സിന് പോകുന്നതല്ല. നമ്മൾ ഈ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ ലൈഫ് ലോങ് ഇതിന് സപ്പോർട്ടും ഗൈഡൻസും ഉണ്ട്. നിങ്ങൾ ചെയ്താൽ പ്രാക്ടിക്കലായിട്ട് ചെയ്തിട്ട് വരുന്ന ഡിഫിക്കൽറ്റിക്ക് പോലും ഇവിടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ ജീവിതകാലം മുഴുവൻ സപ്പോർട്ട് ഇവിടെ തരുന്നുണ്ട്. നമ്മളൊരു ഗ്രീൻ പ്ലാനറ്റിൻ്റെ പ്രൊഡക്റ്റിന്, അതായത് പറഞ്ഞത് ഗ്രീൻ പ്ലാനറ്റിൻ്റെ പ്രൊഡക്റ്റിന് മാത്രം കച്ചവടത്തിന് വേണ്ടിയുള്ളൊരു ടീമോ മീറ്റിങ്ങോ അല്ല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ജീവിതകാലം മുഴുവൻ അവരെ ഒരു 3 മാസത്തെ കോഴ്സ് നിങ്ങൾ കാശ് കൊടുത്ത് പഠിച്ചാൽ പോലും 3 മാസം കഴിഞ്ഞിട്ട് എത്ര പേര് വന്നിട്ട് കൃഷി ചെയ്യും? അവർക്ക് പ്രാക്ടിക്കലായിട്ട് വരുന്ന പ്രശ്നത്തിന് അവിടെ സൊല്യൂഷൻ ആരാ പറഞ്ഞു കൊടുക്കാനുള്ളത്? ഇവിടെ പ്രാക്ടിക്കലായിട്ട് ഉള്ള സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാൻ വെറുതെ പറഞ്ഞിട്ട് വിടുകയല്ല ചെയ്യുന്നത്. അപ്പം നമ്മൾ തന്നെ എന്തുകൊണ്ടാണ് ഇപ്പം ഞാൻ തന്നെ പ്ലാവ് ചെയ്യാനുള്ള കാരണം എന്താണ്? പ്ലാവ്, ചക്കയൊക്കെ സത്യത്തിൽ നമ്മുടെ നാടായതുകൊണ്ട് വേറെ വല്ലവരാണ് ഇതിനൊക്കെ മാർക്കറ്റ് ചെയ്ത് ലോകം മുഴുവൻ കീഴടക്കാനുള്ള സാധനം നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. കേരളത്തിനൊക്കെ ഇവിടുത്തെ അവസ്ഥ എന്താണ്? ചക്കയുള്ള ആൾക്കാരുടെ മുഴുവനും പോവുകയാണ്. മുകളിൽ കയറി ഇടാൻ ആളില്ല. എന്തുമാത്രം ചക്ക അവിടെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ കേരളത്തിനൊക്കെയുള്ള ഏറ്റവും വലിയ ഗിഫ്റ്റാണ് ചക്ക, പ്ലാവ്. ഇതൊന്നും ഇവിടെ ആരും ഇതൊന്നും ചെയ്യാനില്ല. അത് നമ്മൾ മനസ്സിലാക്കി തരിക. ഗവൺമെൻറ് ചെയ്യുന്നു. ഇതിനൊന്നും താല്പര്യം ആർക്കുമില്ല. ഇവിടെ രക്ഷപ്പെടാനാണ് ഈ പ്ലാവ് എന്ന് പറഞ്ഞ ചക്ക എന്ന് പറഞ്ഞ ഒറ്റ സാധനം മാത്രം മതി കേരളം രക്ഷപ്പെടണമെങ്കിൽ, കൃഷിക്കാർ രക്ഷപ്പെടണമെങ്കിൽ. ചക്കയ്ക്കകത്തൊക്കെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? ചക്കയ്ക്കകത്ത് മെയിനായിട്ട് പെക്റ്റിൻ എന്ന് പറഞ്ഞൊരു കണ്ടൻ്റ് ഉണ്ട്. ഇത് ഭയങ്കരമായിട്ട് ഡയബറ്റിക്കിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നതാണ്. മാത്രമല്ല ചക്കയ്ക്ക് സോലബിൾ ഫൈബറാണ് ചക്കയിൽ കൂടുതലുള്ളത്. അപ്പം ഞാൻ തന്നെ ഏത് കൃഷി ചെയ്യണമെന്ന്, ലോങ് ടൈമിലേക്ക് ഏത് കൃഷി ചെയ്യണമെന്ന് ആലോചിച്ചപ്പോൾ പല ഓപ്ഷൻസ് വന്നു. റംബുട്ടാൻ ചെയ്യണോ, അത് ചെയ്യണോ, ഇത് ചെയ്യണോ എന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് വന്നത്, ഞാൻ പല ഫാമുകളിൽ ഒത്തിരി സ്ഥലത്ത് പോയപ്പോഴത്തേന് എനിക്ക് പിന്നെയും എൻ്റെ മനസ്സ് പ്ലാവിലാണ് നിൽക്കുന്നത്. എന്തുകൊണ്ടാണ്? ഒന്ന്, പ്ലാവ് എന്ന് പറയുന്ന ഏറ്റവും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളൊരു പഴമാണ്. ലോകത്തെ ഏറ്റവും വലിയ ഫ്രൂട്ടാണ്. ലോകത്തെ ഏറ്റവും വലിയ പഴം എന്ന് പറയുന്നത് ചക്കയാണ്. രണ്ടാമത്, ഇത് ഏത് ഫോമിലും കഴിക്കാം. ഇടിഞ്ചക്ക വേണേൽ തോരൻ വെക്കാം, ബർഗർ ഉണ്ടാക്കാം, കട്ട്ലറ്റ് ഉണ്ടാക്കാം. അതിൻ്റെ മുകളിലേക്ക് ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണേൽ കബാബ് വേണേൽ ഉണ്ടാക്കാം, പുഴുക്കുണ്ടാക്കാം, കറിയായിട്ട് തോരൻ വെക്കാം, പഴുപ്പിച്ച് കഴിക്കാം, ആ കുരു ഷെയ്ക്ക് അടിക്കാം. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ചക്കക്കുരു ഷെയ്ക്ക്? ബദാം മാറി നിൽക്കും. ബദാമിന് പോലും അത്രയും ടേസ്റ്റ് തോന്നുന്നില്ല. ചക്കക്കുരു കൊണ്ട് ഷെയ്ക്ക് ഉണ്ടാക്കാം. പുറത്തൊരു കളയരുത്, പുറത്തൊരു ഉൾപ്പെടെ.
പിന്നെ പ്ലാസ്റ്റിക് പോലെ ഇരിക്കുന്നത് അത് കളയുന്നതിനെ കുറിച്ചാണോ? ഓക്കെ. അതായത് ഞാനോട് പച്ചത്തൊലിയുടെ പുറത്തൊക്കെ തിന്നണോ ആണോ ചോദിക്കുന്നത്? അല്ല, അത് മടല് പശു തിന്നോളും. ഓക്കെ. അപ്പോൾ ഈ സാധനത്തിനൊക്കെ ഇത് ഞാനതുകൊണ്ടാണ് പ്ലാവിൻ്റെ ഫാം ആക്കാമെന്ന് തീരുമാനിച്ചത്. മെയിൻ ഫുഡാണ്, മനുഷ്യന് കഴിക്കാം. മാത്രമല്ല ഇതിന് ചക്കയ്ക്കകത്ത് സോലുബിൾ ഫൈബറാണുള്ളത്. അപ്പോൾ ഫൈബർ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ വളരെ കുറവാണ്. നിങ്ങൾക്ക് എത്ര പേർക്കറിയാം ചക്ക ഒരു ചെറിയ, അതായത് നമ്മൾ ഗോതമ്പോ സാധനമൊക്കെ കഴിക്കുന്നതിനകത്ത് ഒരു 10% എങ്കിലും ചക്കപ്പൊടിയിലേക്ക് മാറുകയാണെങ്കിൽ ഫാറ്റി ലിവർ 3 മാസം കൊണ്ട് ഗ്രേഡ് 2 ഗ്രേഡ് 1 ആയിട്ട് മാറുന്നതായിട്ട് കാണുന്നുണ്ട്. ഗ്രേഡ് 3 ഉള്ളത് 2 ആവുന്നുണ്ട്. ഫാറ്റി ലിവർ പല അസുഖങ്ങളുടെയും അടിസ്ഥാന സാധനം എന്ന് പറഞ്ഞാൽ വിസറൽ ഫാറ്റാണെന്ന് നമ്മൾ പലപ്പോഴും പറയും. വിസറൽ ഫാറ്റ്, അത് ലിവറിൻ്റെ ചുറ്റുമൊക്കെ അടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഫാറ്റ്. ഇത് കൺട്രോൾ ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് ഈ ചക്കപ്പൊടിക്ക് സാധിക്കും. ഇപ്പോൾ ഇവിടുത്തെ ഉള്ള ട്രഷറാണ് ഇവിടെ ഉള്ളത്, പക്ഷേ നമുക്കറിയാൻ മേലെന്ന് മാത്രം. അല്ല, അതാ പറഞ്ഞേ, നമ്മുടെ ഇവിടെ ഉള്ളതിനെ പൊതുവെ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും നോക്കും. നമ്മുടെ നാട്ടിലുള്ളതിനെ പുച്ഛമാണല്ലോ. നമുക്ക് വിദേശത്ത് ആരെങ്കിലും എന്തെങ്കിലും കാണിക്കുന്നതിനോടാണ് താല്പര്യം. അവിടെ തുണിയില്ലാതെ നടക്കുന്നു, അല്ലെ കീറിയ നിക്കറിട്ട് നടക്കുന്നു, അത് നമ്മൾ 2000 രൂപ കൊടുത്ത് മേടിച്ച് അവിടെ വർക്കേഴ്സ് ഇടുന്നതാണ്, അവർ പണിയെടുത്തിട്ട് കീറുന്നതാണ്. ആ കീറുന്ന സാധനം ഇവിടെ 2000 രൂപയ്ക്ക് മേടിക്കുന്നു. ഇതുപോലത്തെ കുറേ പരിപാടികളൊക്കെ നമുക്ക് എളുപ്പമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളെപ്പോഴും അവിടെ ആരെങ്കിലും പറഞ്ഞാൽ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ്, ഇപ്പോൾ ലേറ്റസ്റ്റ് വന്ന സാധനമാണ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ്. 16 മണിക്കൂർ അടുപ്പിച്ച് ഫുഡ് കഴിഞ്ഞ് ഞങ്ങൾ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിലാന്ന് പറഞ്ഞു. അതായത് ഇത് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ഇപ്പോൾ തുടങ്ങിയതാണോ? അല്ല, ഇവിടെ 5000 വർഷം മുമ്പ് ഇന്ത്യയിലെ യോഗീസ് തുടങ്ങിയ സാധനമാണ്. അതിന് ഡോക്യുമെൻ്റ് ചെയ്തിട്ടില്ല, അതിനൊരു ഇതുണ്ടാക്കിയിട്ടില്ല എന്ന് മാത്രം. ഇതൊരു ജാപ്പനീസ് സയൻറ്റിസ്റ്റ് 2014 ഇതിനെ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ്, അതായത് കൃത്യമായിട്ട് ഇത്ര മണിക്കൂർ ഇത്ര ചെയ്താൽ ഇത്ര ഡിഫറൻസ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഡോക്യുമെൻ്റ് ചെയ്തു. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞു. അത് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടി. അതായത് 12 മണിക്കൂർ കഴിഞ്ഞുള്ള ഓരോ മണിക്കൂറും മുകളിലേക്ക് നമ്മൾ ഫുഡ് കട്ട് ചെയ്തിട്ട് നിന്നാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി ഭയങ്കരമായിട്ട് മുകളിലേക്ക് കയറുന്നു. അത് ഓട്ടോഫീജി എന്ന് പറഞ്ഞൊരു അവസ്ഥയിലേക്ക് നമ്മുടെ ബോഡി എത്തും. അതായത് സെൽഫ് ഈറ്റിംഗ് എന്നാണ്. ഓട്ടോഫീജി എന്ന് പറഞ്ഞാൽ സെൽഫ് ഈറ്റിംഗ് എന്നാണ് പറയുന്നത്. നമ്മുടെ സെല്ലുകളിൽ അടിഞ്ഞു കുടിക്കുന്ന വേസ്റ്റിനെ ഈ ബോഡി തന്നെ എടുത്ത് ക്ലിയർ ചെയ്ത് ഉപയോഗിക്കും. അതായത് നമ്മുടെ വീട്ടിൽ ഇപ്പോൾ പച്ചക്കറി ഇല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന എന്തെങ്കിലുമൊക്കെ സാധനം എടുത്ത് ഉണ്ടാക്കി നമ്മൾ കറി വെച്ച് കഴിക്കില്ലേ? അല്ലേ, നമ്മളിങ്ങനെ നിരന്തരം കഴിച്ചുകൊണ്ടിരിക്കില്ലേ? രാവിലെ കഴിക്കുന്നു, ഉച്ചയ്ക്ക് ഇങ്ങനെ അലാറം വെച്ച് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് പകരം ഇത് നമുക്ക് ആവശ്യമുള്ളതാണോ കഴിക്കുന്നത്? ഇത് ആവശ്യത്തിലധികമാണ്, വളരെ കൂടുതൽ ഫുഡാണ് നമ്മൾ കഴിക്കുന്നത്. ഇന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ 1/3 ഫുഡ് ആവശ്യമില്ല മനുഷ്യന് ജീവിച്ചിരിക്കാൻ വേണ്ടി. കഴിക്കാതെ വയർ എപ്പോഴും എം ഡി ആയിരിക്കുന്നതാണ് ഏറ്റവും ഹെൽത്തി. വയർ എം ഡി സ്റ്റേജിൽ എത്ര പേർക്ക് വരുന്നുണ്ട്? എം ഡി ആവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം നമ്മുടെ ഇമ്മ്യൂണിറ്റി വളരെ കൂടും. നമ്മുടെ കോൺസ്റ്റിപ്പേഷൻ പല ആൾക്കാർക്കും ഉണ്ട് പ്രശ്നം. കോൺസ്റ്റിപ്പേഷൻ ഒരിക്കലും ഒരു അൺഹെൽത്തി സിറ്റുവേഷനാണ്. നമ്മൾ വേസ്റ്റ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോയില്ലെന്നുണ്ടെങ്കിൽ ഇതൊന്നും നമ്മളിവിടെ പറയുന്ന ഒരു കാര്യവും ഒരു നോർമൽ ലൈഫ് ലീഡ് ചെയ്യാനാണ് ആവശ്യമില്ല കേട്ടോ. ഒരു കുഴപ്പമില്ല, ഇഷ്ടമുള്ള പോലെ കഴിക്കാം. ഇപ്പം നമ്മൾ തന്നെ ഇതൊക്കെ വല്ലതും പറയും, സോഷ്യൽ മീഡിയയിലൊക്കെ പറയുമ്പോഴത്തേനും ആൾക്കാർക്ക് ഇത് പിടിക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വേറെ ആരും ഇത് പറയുന്നില്ലല്ലോ ഇങ്ങനെ. കാരണം ഇതുപോലെ ആരും പറയുന്നില്ലാത്തതുകൊണ്ട് പിന്നെ ഇത് ഉണ്ടായിട്ടാണോ, ഇത് വേറെ ആരും പറയുന്നില്ലല്ലോ, നിങ്ങളാരാ പറയാൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചില ആൾക്കാർ പറയും. സത്യത്തിൽ ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു നോർമൽ ആൾക്കാരെ പോലെ ജീവിച്ച് ജീവിതത്തിൻ്റെ മുഴുവൻ സമ്പാദ്യം കൊണ്ട് ആശുപത്രിക്കാർക്ക് കൊടുത്ത് ജീവിക്കാനാണെങ്കിൽ ഇതൊന്നും ആവശ്യമില്ല കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ കഴിച്ച് നമുക്ക് ഇഷ്ടമുള്ള പരിപാടി ചെയ്ത് ജീവിക്കാം. ഇത് ഒരു ലെവലിൻ്റെ മുകളിലേക്ക് നമ്മുടെ പെർഫോമൻസ് പോകണമെന്നും ഒരു ലൈഫിൻ്റെ ഒരു ഫുള്ളസ്റ്റ് എൻജോയ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്നത് ഫോളോ ചെയ്താൽ മതി. ഒരു ലൈഫ് നമുക്ക് കിട്ടിയിരിക്കുന്നതിൻ്റെ ഏറ്റവും പീക്ക് ആയിട്ട് ഉള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് വേണം എന്ന് ചിന്തിക്കുക. അതായത് കേരളത്തിൽ ഇപ്പോൾ 4 പേര് കണ്ടു കഴിഞ്ഞാൽ ഇവിടുന്ന് പല ആൾക്കാരും ടൂറിന് പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ടൂർ പോകുന്ന പല ആൾക്കാരും ആകെ കൂടി കാണുന്നത് അവിടുത്തെ ബാറുകൾ മാത്രമേ കൂടുതലും കാണുന്നുള്ളൂ. അതും ആദ്യം കയറുന്ന സമയത്ത് മാത്രമേ, തിരിച്ചു പോരുമ്പോൾ ബോധമില്ലാതെയാണല്ലോ പോരുന്നത്. അതുകൊണ്ട് ഇവിടെ ഇന്നാളൊരു കമ്പനിക്കാരൻ പറയുന്നുണ്ട് ഇവിടുന്ന് അവർക്ക് തായ്ലൻഡ് ട്രിപ്പ് പോയി, അതിൻ്റെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഇതായിരുന്നു. കാരണം ഇവിടെ നെടുമ്പാശ്ശേരി എത്തുന്നതിന് മുമ്പ് ഫുള്ള് പൊട്ടിച്ച് തന്നെന്ന് കമ്പനി. ഞാൻ പറഞ്ഞു അവിടെ പോയിട്ട് കംപ്ലീറ്റ് ആർക്കും ബോധമില്ലായിരുന്നെന്ന്. എന്തൊക്കെയാണെന്ന് നമുക്ക് ഓർക്കുന്നു പോലും ഇല്ലെന്ന്. ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ഇവിടെ കാനം കിടന്നാൽ പോരാ, വെറുതെ എന്നിട്ട് ആ കാശ് മേടിച്ച് പോക്കറ്റ് ഇട്ടിട്ട് എന്തായാലും ബോധമില്ലാതെ കിടക്കണം, അവിടെ പോയി കിടന്നിട്ട് പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും വരുന്നില്ലല്ലോ. അപ്പോൾ ഇവിടെ പല ആൾക്കാരും ടൂർ പോകുന്നു എന്നൊക്കെ പറയുന്നത് 4 പേര് കൂടി അന്നേരം കുപ്പി മേടിച്ച് പൊട്ടിച്ചടിക്കുന്നത്. ഇതാണ് ലൈഫിലെ ഏറ്റവും വലിയ എൻജോയ്മെൻറ്റും എക്സൈറ്റ്മെൻറ്റും എന്നാണ് വിചാരിക്കുന്നത്. ലൈഫിലെ ഏറ്റവും വലിയ ഇൻടോക്സിക്കേഷൻ എന്ന് പറഞ്ഞാൽ സക്സസ് ആണ്. നമ്മൾ ഇതൊന്നുമില്ലാതെ ഒരു വെള്ളം അടിച്ചിട്ട് നമുക്കുണ്ടാകുന്ന പിമ്പിരിയേക്കാളും 100 ഇരട്ടിയോ 1000 ഇരട്ടിയോ എക്സൈറ്റ്മെൻറ്റ് ലൈഫിൽ നമ്മൾ മുകളിലേക്ക് വളരുകയാണെങ്കിലുണ്ട്.
നമ്മളൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നു, ആ ബ്രാൻഡ് വളർന്നു കയറി പോകുന്നു. അതിനൊന്നും ഒരു വെള്ളം അടിച്ചാലൊന്നും കിട്ടുന്ന ഒരു എക്സൈറ്റ്മെൻ്റ് ഒന്നും അല്ല. നമ്മളൊരു വലിയ പ്രൊജക്റ്റ് ചെയ്ത് നമ്മൾ കെട്ടി ഓരോ കട്ടയും വെച്ച് കെട്ടി പൊക്കിക്കൊണ്ട് വരുമ്പോൾ ഉണ്ടാകുന്നൊരു എക്സൈറ്റ്മെൻറ്റ് ഒന്നും വെള്ളം അടിച്ചാലൊന്നും കിട്ടുന്നതല്ല. അത് ഏതവനും പറ്റുന്നതാണ്. ഒരു സാധനം ബിൽഡ് ചെയ്ത് കയറ്റി മുകളിലേക്ക്, നമ്മളൊരു സാധനം ഇല്ലാത്തൊരു സാധനത്തിനെ ബിൽഡ് ചെയ്ത് മുകളിലേക്ക് കയറ്റിക്കൊണ്ട് വരുന്നു. അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ലെവലിലേക്ക് കൊണ്ട് എത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന എക്സൈറ്റ്മെൻറ്റ്, ആ ഒരു സാധനമൊക്കെ വർക്ക് ചെയ്തുകൊണ്ട് പോകുന്നവരൊന്നും ഇതിൻ്റെ ഒന്നും പറയില്ല. അവരുടെ മുമ്പിൽ ഇതൊന്നും ഒരു സാധനമല്ല. ഇപ്പോൾ കഴിഞ്ഞപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ, പ്രത്യേകിച്ച് ഞാൻ കോട്ടയംകാരനാണ്. കോട്ടയം അവിടെ തമാശയായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. കോട്ടയത്ത് വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ വെള്ളം അടിക്കാതെ ഇരിക്കുന്ന ഒരേ ഒരു പാർട്ടി നമ്മുടെ ഗാന്ധി പ്രതിമ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും വെള്ളമാണ്. അങ്ങനത്തെ ഒരു തമാശയായിട്ട് പറയുന്നൊരു കാര്യമാണ് ഇതിനിടയിൽ ഇതൊന്നും ഇല്ലാതെ, ഇതിനൊന്നും എതിരല്ല നമ്മൾ കേട്ടോ. നമ്മുടെ ലക്ഷ്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്ന സമയത്തും, നമ്മൾ എന്ത് ചിന്തിക്കുന്ന സമയത്തും, ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം, ഞാനിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്നെ എൻ്റെ ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കുമെന്ന് നമ്മൾ തന്നെ നമ്മളോട് ചോദ്യം ചോദിക്കുക. ഇല്ല എന്നാണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക. ഇതാണ് ഞാൻ ഫോളോ ചെയ്യുന്ന, വർഷങ്ങളായിട്ട് ഫോളോ ചെയ്യുന്നൊരു പാറ്റേൺ. ഒരാളോട് ഫ്രണ്ട്ഷിപ്പ് പോലും ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, അതായത് അനാവശ്യമായിട്ടുള്ള റോങ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് അസോസിയേറ്റ് ചെയ്യത്തില്ല. അനാവശ്യമായിട്ട് റോങ് ആൾക്കാരെ നമ്മുടെ സ്വപ്നങ്ങളെ തല്ലിക്കെടുത്തുന്നതോ, നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നതോ, നിന്നെക്കൊണ്ട് സാധിക്കില്ലെന്ന് പറയുന്നതോ, അല്ല അട്ടർ സബ്സ്റ്റാൻഡേർഡ് ഡയലോഗുകൾ പറയുന്ന ആൾക്കാരുമായിട്ട് ഞാൻ ഡിസോസിയേറ്റ്, ഞാൻ ഒരു സ്റ്റെപ്പ് അകന്നേ നിൽക്കുകയുള്ളൂ. നമ്മൾ വളരെ ചൂസ് ചെയ്യണം. സൂപ്പർ മാർക്കറ്റ് അപ്രോച്ച് എന്ന് പറയും. നമ്മൾ വളരെ ചൂസ് ചെയ്യണം ആരുടെ കൂടെ സമയം ചിലവാക്കണം. കാരണം നമ്മുടെ ബ്രെയിൻ എല്ലാം കയറി പ്രോസസ്സ് ചെയ്യും. കുറേ നേരം നിങ്ങൾ പോക്കറ്റടിക്കാരുടെ കൂടെ നടക്കുവാണെങ്കിൽ അറിയാതെ അവർ പറയുന്ന ലാംഗ്വേജും സാധനങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിലേക്കും വരും. ഞാൻ ഇപ്പോൾ വൈഫ് പോലും ആക്റ്റീവ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ നിർത്തിയതിൻ്റെ കാരണം പുള്ളിക്കാരത്തി ഫാമിലി കോടതിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ നിർബന്ധിച്ചിട്ടാണ് ശരിക്കും കോട്ടയത്ത് വന്നിട്ട് കല്യാണം കഴിഞ്ഞവരോട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കോട്ടയത്ത് വന്നിട്ട് പ്രാക്ടീസ് തുടങ്ങിയത് ഞാൻ തന്നെ പറഞ്ഞിട്ടും ഒരു നല്ല വക്കീലിൻ്റെ ജൂനിയറായിട്ടാണ് ചേർന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കേസൂടെ പുള്ളിക്കാരത്തിക്ക് കൊടുത്തു. ഫാമിലി കോടതിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാ ദിവസവും ഞാൻ നോക്കുമ്പോൾ വൈകുന്നേരം വരുമ്പോഴത്തേനും നാളെ ഡൈവോഴ്സ് കേസുകൾ ചെയ്യുമ്പോഴത്തേനും അതാ കെട്ടിയവൻ മുഖത്ത് തിളച്ച വെള്ളം എടുത്ത് ഒഴിച്ചെന്നൊക്കെ പറഞ്ഞ് ഇവിടെ തിരക്കഥ ഉണ്ടാക്കണം, നല്ല ഡൈവോഴ്സ് കിട്ടുള്ളൂ. ഇത് കുറച്ചധികം കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് മനസ്സിലായി, ഈ സാധനം നമ്മൾ ചിലപ്പം ഇത് പോകുന്ന റൈറ്റ് ഡയറക്ഷൻ. കാരണം നമുക്ക് എന്താണ് വേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ ക്വാളിറ്റി ആഡ് ചെയ്ത് രാവിലെ അവിടെ ചെല്ലുമ്പോഴത്തേനും വിലം കിട്ടിയ ആൾക്കാരും പോലീസുകാരും സാധനങ്ങളും കേസും പ്രശ്നങ്ങളും, ഇതാണോ നമുക്ക് വേണ്ടത്? ഇതാണോ നമ്മൾ സിനിമയിലൊക്കെ നമ്മൾ കാണുന്ന ഒരു ലൈഫാണ് പലപ്പോഴും നമ്മുടെ ഉള്ളിലുള്ളതെങ്കിൽ ഇതാണോ നമുക്ക് വേണ്ടത്? ഇതല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്താണ് നമ്മുടെ ലൈഫിൻ്റെ, നമ്മൾക്ക് ആൾക്കാരുടെയൊക്കെ ലൈഫിൽ എന്തെങ്കിലും ഒരു നല്ലത് ചെയ്തുകൊണ്ട് നമുക്ക് വളരാനുള്ള സാധ്യതയുണ്ടെങ്കിൽ പോസിറ്റീവ് സൈഡിലാണ് നമ്മൾ നിൽക്കേണ്ടത്. നമ്മൾ സിനിമയിലൊക്കെ നമ്മൾ കാണുമ്പോൾ ഉണ്ടാകുന്നൊരു സാധനമല്ലല്ലോ റിയാലിറ്റി പല പ്രൊഫഷനും. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ പറഞ്ഞിട്ട് അത് ഇന്ന് പിന്തിരിപ്പിച്ചാണ്. കാരണം ഞാൻ തന്നെ പറഞ്ഞു, എൻ്റെ കുറച്ച് കൂട്ടുകാർ അഡ്വക്കേറ്റുമാരുണ്ട്, അവരോടും പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യുക, ഡൈവോഴ്സൊക്കെ ആകാൻ നിൽക്കുന്ന ആൾക്കാർ എത്രയോ അച്ഛനമ്മമാർ എന്ത് ആഗ്രഹിച്ച് അവർ മകളുടെയും മറ്റും കല്യാണം നടത്തുന്നു. അത് കഴിഞ്ഞ് ഈ വക്കീലാഫീസ് മകളെ ഈ കല്യാണത്തിൽ നിന്ന് വേർപെടുത്തി നടക്കാൻ വേണ്ടി ഈ വക്കീലാഫീസ് മകളെ വിളിച്ചുകൊണ്ട് വരുന്ന കാണുന്ന കാഴ്ച തന്നെ നമുക്കൊക്കെ വളരെ പെയിൻഫുള്ളാണ്, വളരെ വേദന തോന്നുന്നൊരു ഒരു അവസ്ഥയാണ്. കാരണം എന്തുമാത്രം ആഗ്രഹത്തിൽ അവർ മകളെ മറ്റും വളർത്തിക്കൊണ്ട് വന്നിട്ട് വല്ലവരും കല്യാണം കഴിച്ച് വിട്ടിട്ട് പിന്നെ കുറച്ച് കാലം കഴിഞ്ഞ് ഇതിൽ നിന്നൊന്ന് ഒഴിവാക്കി കിട്ടാൻ വേണ്ടി വർഷങ്ങൾ കോടതി കയറി വക്കീലാഫീസ് കയറി ഇറങ്ങുന്നവരൊക്കെ പിന്നെ അവരുടെ നിന്ന് പൈസ മേടിച്ചിട്ട് വേണം ഇത് നടത്താനായിട്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ എന്നിട്ട് നമ്മുടെ 2-3 കൂട്ടുകാരാണ്, ഞാൻ അവരോട് പറഞ്ഞത് വൈഫിനോട് നിങ്ങളെല്ലാവരും കൂടി ഒരു സ്ഥാപനം ഇട്, എന്നിട്ട് ഇങ്ങനെയുള്ള ഫാമിലി ഇങ്ങനെ ഇഷ്യൂസ് വരുന്ന ആൾക്കാരെ കൗൺസിൽ ചെയ്ത് നിങ്ങൾ ഒന്നിച്ചാക്കുമോ, അതിനകത്തുനിന്ന് വല്ല നേട്ടം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ചെയ്യുന്ന ജീവിതത്തിനൊരു വാല്യൂ, ആൾക്കാരുടെ ജീവിതത്തിന് വാല്യൂ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ശേഷം പൈസ ചാർജ് ചെയ്തു. ഡൈവോഴ്സിന് ചെയ്യുന്നതിനൊക്കെ കൂടുതൽ വേണം ചാർജ് ചെയ്തു, അതിനകത്തൊരു ഇതും വിചാരിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എൻ്റെ കൂട്ടുകാർ പറഞ്ഞ ഉത്തരം എന്താണെന്നറിയോ? വക്കീലന്മാർ അങ്ങനെ ചെയ്താൽ ഒന്നും പൈസ തരികയല്ല, പൈസ കിട്ടണേ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കണം, ഒന്നിച്ചാക്കി കൊടുത്താൽ ഒന്നും തരികയില്ല. 1000 രൂപ ചോദിച്ചാൽ പോലും അവൻ 1000 രൂപ അത് വേസ്റ്റാണെന്ന് പറഞ്ഞാൽ മറ്റേതിന് 1.5 ലക്ഷം രൂപ വക്കീലിന് ഫീസ് കൊടുക്കുന്നതിനൊരു ബുദ്ധിമുട്ടുമില്ല സെപ്പറേറ്റ് ചെയ്ത് കൊടുത്താൽ. ഞാൻ പറഞ്ഞു അത് അങ്ങനെ മാത്രമേ പൈസ ഉണ്ടാവുകയുള്ളെങ്കിൽ നമുക്ക് തൽക്കാലം വേണ്ടത്. നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് നല്ല ക്രൈസിസ് വന്നിട്ട് പോലും രണ്ടാമത് തിരിച്ച് ചിന്തിച്ചിട്ടില്ല. കാരണം നമുക്ക് ആവശ്യത്തിലുള്ള പൈസ ഉണ്ടായതുകൊണ്ടല്ല പുള്ളിക്കാരെ അത് വേണ്ടെന്ന് വെച്ചത്. നമ്മൾ എന്തെങ്കിലും ആൾക്കാരുടെ ലൈഫിൽ വാല്യൂ ആഡ് ചെയ്യുന്നൊരു കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെ ചെയ്ത് ജീവിക്കണം, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് ജീവിക്കണം എന്ന് നിർബന്ധമുള്ളതുകൊണ്ടാണ് മാക്സിമം നമ്മൾ സഫർ ചെയ്താണ് ചെയ്തത്. അങ്ങനെ സാക്രിഫൈസുകൾ നമ്മളെ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് നമ്മൾ എന്തിനകത്ത് വളരണേലും സാക്രിഫൈസാണ് നമ്മളെ വളർത്തുന്നത്. നമ്മളൊരു ബിസിനസ് ബിൽഡ് ചെയ്തൊരു വലിയൊരു എംപയർ ബിൽഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാണ്, അല്ല എന്ത് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പഠിച്ചിട്ട് ഒരു ദിവസം പോലും എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്തിട്ടില്ല. ഇപ്പോൾ പോലും വേണമെങ്കിൽ ഒരു മാസം ഒരു 4 ലക്ഷം രൂപ 5 ലക്ഷം രൂപ ഉണ്ടാക്കാൻ എനിക്ക് വേണമെങ്കിൽ ഓട്ടോമൊബൈലിൻ്റെ സർവേ ലൈസൻസ് ഉള്ള ആളാണ് ഞാൻ. എനിക്ക് വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ അന്നന്ന് രാവിലെ വീട്ടിൽ നിന്ന് 9 മണി കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വൈകുന്നേരം 5-5:30 വീട്ടിൽ കയറാം. ഓട്ടോമൊബൈലിൻ്റെ സർവേ എനിക്ക് ചെയ്യാം. ഇപ്പോൾ പോലും ഓണാണ്. ഇപ്പോൾ പോലും എൻ്റെ കൂട്ടുകാർ പലരും ഉണ്ടാക്കുന്നുണ്ട്, 5 ലക്ഷവും 10 ലക്ഷം വരെ ഉണ്ടാക്കുന്നവരുണ്ട്. പക്ഷേ നമ്മൾ ഒരു ഓൺട്രപ്രണർ ആവണം, ഒരു സമൂഹം അറിയപ്പെടുന്ന ഒരു ഓൺട്രപ്രണർ ആവണം എന്നുള്ള ഒറ്റ ഡ്രീം ഉള്ളത് കൊണ്ട് മാത്രം നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് നല്ല ക്രൈസിസ് ഉണ്ടായിരുന്ന സമയത്ത് പോലും നമ്മളങ്ങോട്ട് തിരിഞ്ഞിട്ടില്ല. ഇപ്പോൾ പോലും ആണ് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ.
അതുപോലെ പലതും നമുക്ക് വേണമെങ്കിൽ പുറത്ത് പോകാം. ഇപ്പോൾ ബ്രദറാണേലും പുറത്തുണ്ട്, നമുക്ക് അമേരിക്കയിലുണ്ട്, വേണമെങ്കിൽ പോകണമെങ്കിൽ പോകാം. പക്ഷെ നമ്മുടെ ഉണ്ടാക്കി നമ്മൾ ചേസ് ചെയ്യുന്നൊരു സാധനമുണ്ട്. ആ ചേസ് ചെയ്യുന്ന നമ്മളൊരു സ്വപ്നത്തിന് വേണ്ടി നമ്മൾ പോകുന്നതിനിടയിൽ അതിനെ ബാധിക്കാവുന്ന അല്ലെ അതിനെ നെഗറ്റീവായിട്ട് ബാധിക്കാവുന്ന ഒരു കമ്പനിയിലും ഞാൻ കൂടാറില്ല. ഇപ്പം നമ്മുടെ കൂട്ടുകാരുടെ സർക്കിളിലൊന്നും വെള്ളമടി കമ്പനി കൊണ്ട് എന്നെ വിളിക്കാറില്ല. പിന്നെ വിളിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അവരെല്ലാം രാത്രി തിരിച്ചു പോകാനായിട്ട് വേണം, വണ്ടി ഓടിക്കാനായിട്ട് എനിക്ക് പറ്റും. അത് അവർക്ക് പറ്റിയില്ലാത്തതുകൊണ്ട് അതിന് ഞാൻ പോകാറുമുണ്ട്. അതെനിക്ക് കമ്പനിയൊക്കെ ഇഷ്ടമാണ്. നമ്മൾ അവരെ വീട്ടിൽ കൊണ്ട് വിടാനായിട്ട് അവർക്ക് വണ്ടി ഓടിക്കാൻ നല്ല വഴി പിടിക്കുന്നുണ്ട്. എല്ലാവരും ഞാൻ പറയും നിങ്ങളെല്ലാം ആവശ്യത്തിനുള്ള കഴിച്ചോ, വണ്ടി വീട്ടിൽ ഡ്രോപ്പ് ചെയ്യുന്ന പരിപാടി നമ്മുടെ ഉത്തരവാദിത്തമായിട്ട് എടുത്തോളാം. അതൊക്കെ ഇഷ്ടമാണ്. നമുക്ക് എത്ര സമയം വേണമെങ്കിലും കൂട്ടുകാരോട് ചിലവാക്കാനാണ് ഇഷ്ടം. നമ്മുടേതായ തീരുമാനങ്ങളുണ്ട്. അതിനകത്ത് അതിലെതിരെ നമ്മൾ ഡൈല്യൂട്ട് ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറല്ലെന്ന് മാത്രമേ ഉള്ളൂ. അത് അവർക്കും അറിയാം. നമ്മുടെ ഫാമിലി സർക്കിളിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം നമ്മൾ അന്നേരം എപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ട, ഈ പറഞ്ഞ പല ആൾക്കാരും വെള്ളം കുപ്പി പൊട്ടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ ഒരു 20 വർഷത്തിന് മുകളിലായിട്ട് ഒരു ദിവസം പോലും സപ്ലിമെൻറ്റ് കഴിക്കാത്തൊരു ദിവസമില്ല. അവർ ലിക്കർ അടിക്കുന്ന മറ്റ് സാധനങ്ങൾ അടിച്ച് ഹെൽത്ത് കളയുന്ന സാധനത്ത് നമ്മളിവിടെ റിലീജിയസ് ആയിട്ട് നമ്മൾ അലാറം വെച്ച്, എൻ്റെ മോള് പറയും അലാറം വെച്ച് എഴുന്നേറ്റ് നമ്മൾ സപ്ലിമെൻറ്റ് കഴിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു കോംപ്രമൈസും ചെയ്യാൻ നമ്മൾ തയ്യാറില്ല. കാരണം നമ്മൾ ജീവിച്ചിരുന്നാൽ മാത്രമേ ബാക്കിയെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടാലും നമ്മൾ ആരോഗ്യത്തോടെ നമ്മുടെ പ്രൊഡക്റ്റീവായിട്ടുള്ള വർഷം കൂട്ടിയെടുക്കാൻ പറ്റിയാൽ നമുക്ക് എന്ത് പൈസ വേണമെങ്കിലും അച്ചീവ് ചെയ്യാമെന്നല്ലേ ഉള്ളൂ. നമ്മൾ 50 വയസ്സിൽ 60 വയസ്സിൽ തീരുന്ന എന്ന് പറയുന്ന വിശ്വസിക്കുന്ന ആൾക്കാരുടെ കൂടെ അല്ലാതെ ഇതിനൊക്കെ സൊല്യൂഷനുണ്ട്. അത് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നമുക്കിതിനൊക്കെ സൊല്യൂഷനുണ്ട്. അപ്പോൾ കൃഷിയിലാണെങ്കിൽ തന്നെ നമ്മൾ കെമിക്കൽ, ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാത്തിനും മോഡറേറ്റ് ആകുമെന്ന് ഞാൻ പറയുന്നു. മോഡറേറ്റ്, ഇപ്പോൾ കെമിക്കൽ ഉപയോഗിക്കുന്നത്, കെമിക്കൽ എന്ന് കേട്ടാൽ തല്ലുന്ന ആൾക്കാരുണ്ട്. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് കൃഷിയിലാണെങ്കിലും ഒരു ചെറിയ ലെവലിൽ കെമിക്കൽ ഉപയോഗിക്കുന്നത് ഭയങ്കര ഭീകര അപകടമല്ല. കെമിക്കൽ ഉപയോഗിക്കുന്നിടത്ത് ബാക്ടീരിയ അതിനുശേഷം നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവണം. ഇത് തന്നെയാണ് മനുഷ്യൻ്റെ ആഹാരയുടെ കാര്യത്തിലും. ഇപ്പം നമ്മൾ നേരത്തെ ഞാനീ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇപ്പോൾ നമ്മൾ ആവശ്യം വന്ന അസുഖം വന്ന മരുന്ന് കഴിക്കണം. പക്ഷേ അത് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന എന്താണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് കോമ്പൻസേറ്റ് ചെയ്യണം. അത് നമ്മൾ ചെയ്യുന്നുണ്ട്. ഹെൽത്ത് മാനേജ്മെൻറ്റിനെ കുറിച്ച് ഇനിയുള്ള കാലത്ത് നമ്മൾ തന്നെ നമ്മളെ ഒബ്സർവ് ചെയ്യുക. ഏത് ഫുഡ്, പല ആൾക്കാരും ഇന്ന സാധനങ്ങൾ ഗ്യാസാണ്, ഇന്ന കടല ഗ്യാസാണല്ലോ, ഇന്ന സാധനങ്ങൾ ഗ്യാസാണെന്ന് പറയും. അങ്ങനെ ഇന്ന സാധനം ഗ്യാസ്, ഇന്ന സാധനം ഗ്യാസ് ഇല്ലാത്തൊന്നുമില്ല. നമ്മുടെ ബോഡിക്ക് ഓരോരുത്തരുടെയും ബോഡി ഡിഫറൻ്റാണ്. ഓരോരുത്തരുടെയും ബോഡി ഓരോ സാധനത്തിനോട് റിയാക്ട് ചെയ്യുന്നത് ഡിഫറൻ്റാണ്. ആരും ചാർട്ട് അടിച്ച് തരാനൊന്നും ശരിയല്ല. നമ്മൾ തന്നെ സ്വയം ഒബ്സർവ് ചെയ്യണം. നമ്മൾ തന്നെ നമ്മുടെ ശരീരത്തിന് നല്ലത് ഏതാണ്, ചീത്ത ഏതാണ്. നമ്മളൊരു ഫുഡ് കഴിച്ചിട്ട് ഉടനെ ഉറക്കം വരുന്നുണ്ടെങ്കിൽ അതെൻ്റെ ശരീരത്തിന് സൂട്ടബിൾ അല്ല എന്ന് നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റണം. ഒരു നല്ല സാധനം അല്ല കഴിച്ചിരിക്കുന്നതെന്ന് നമുക്ക് സെൻസ് ചെയ്യാൻ നിങ്ങൾ ഒബ്സർവ് ചെയ്യാൻ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മാസ്റ്ററാകും. ഒരു സാധനം കഴിക്കുമ്പോൾ നമുക്കൊരു ഫീല് കിട്ടും. ആ ഫീല് മോശമാണ്, നെഗറ്റീവ് ഫീലിംഗ് ആണെങ്കിൽ ഇതെൻ്റെ ശരീരത്തിന് അത്രയും സൂട്ടബിൾ അല്ല എന്ന് സെൻസ് ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്ക് നമ്മളെത്തും. നമ്മൾ ഇനിയുള്ള കാലത്ത്, കാരണം പുറത്തൊക്കെയുള്ള രാജ്യത്താണ് ഇത്രയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം. പുറത്തുള്ള രാജ്യത്ത് നമ്മുടെ ദേഹത്തൊരു എന്തെങ്കിലും മരുന്ന് കുത്തിവെക്കാനോ ഡോക്ടർക്ക് പെർമിഷൻ ഇല്ല. രോഗിയോട് ഡിസ്കസ് ചെയ്തിട്ട്, രോഗിയുടെ ഏറ്റവും നല്ല അടുത്ത സുഹൃത്തായിട്ട് മാത്രം ആ രോഗിയോട് ഡിസ്കസ് ചെയ്തിട്ട് മാത്രമേ നമ്മുടെ ദേഹത്തൊരു മരുന്ന് കുത്തിവെക്കാൻ പറ്റുള്ളൂ. ഇവിടെ രോഗി മാത്രം അറിയില്ല, ബാക്കി നാട്ടുകാരോട് മുഴുവൻ പറയും. രോഗിയുടെ അടുത്ത് വന്ന് നാട്ടുകാർ വന്ന് തല്ലി അലച്ച് കരയുമ്പോഴാണ് നമ്മൾ കിടക്കുന്നവൻ അറിയുന്നത് എനിക്കെന്തോ കുഴപ്പമുണ്ടെന്നുള്ളത്. മറ്റേത് പുറത്ത് നമ്മളൊരു രോഗവിവരം പോലും ഒരു തേർഡ് പാർട്ടിയോട് പറയാൻ, നമ്മുടെ ഒരു ബാങ്കിൽ ചെന്ന് ഒരാളുടെ ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ എത്രയുണ്ടെന്ന് വേറൊരാൾ പോയി ചോദിച്ചാൽ പറയല്ലോ. അതുപോലും ഇവിടെ നമുക്ക് അടുപ്പമുണ്ടേ പറയും. അവിടെ ഇതുപോലെ തന്നെയാണ് ഹെൽത്തിൻ്റെ കാര്യം. എൻ്റെ നോക്കുന്ന ഒരു ഡോക്ടർക്ക് ഇത് വേറൊരാളോട് എൻ്റെ രോഗവിവരങ്ങളോ എൻ്റെ ആരോഗ്യത്തിൻ്റെ നിലവാരമോ വേറൊരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ പുള്ളിക്കെതിരെ നമുക്ക് കേസ് ഫയൽ ചെയ്യാം. എൻ്റെ പേഴ്സണൽ കാര്യമാണ്, എൻ്റെ പേഴ്സണൽ മാറ്റേഴ്സ്. ഞാൻ അറിയാത്ത വേറൊരാളോട് പറയണോ വേണ്ടെന്ന് എൻ്റെ പെർമിഷനില്ലാതെ ഒരാളോട് ഡിസ്കസ് ചെയ്യാൻ പറ്റിയില്ല, ഭാര്യയോട് പോലും. അതാണ് അവിടുത്തെ നിയമം. അപ്പോൾ ഇവിടെ ഇതൊന്നും ഇല്ലാത്തൊരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ജീവിച്ചിരിക്കണേ നമ്മൾ ശ്രദ്ധിച്ചോണം. സിമ്പിളായിട്ട് പറയാൻ, വേറെ ആർക്കും ഇതില്ല എന്നുള്ളവർ എപ്പോഴും ഓർത്തിരുന്നോണം. ഇവിടെയൊക്കെ നമ്മൾ വീട്ടുകാരുടെ പ്രാർത്ഥന കൊണ്ട് ഇങ്ങനെ പോകുന്നെന്ന് വിചാരിച്ചാൽ മതി, അല്ലാതെ വേറെ യാതൊരു സാധനം ഇല്ലെന്നുള്ളവർ എപ്പോഴും അറിഞ്ഞണം. അപ്പോൾ കൃഷിയിലൊക്കെ ഉള്ള പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, ചക്കയുടെയൊക്കെ കാര്യം പറഞ്ഞു. ചക്കയുടെയൊക്കെ ഹെൽത്ത് ബെനിഫിറ്റ്, ചക്കപ്പൊടിയുടെയൊക്കെ ഹെൽത്ത് ബെനിഫിറ്റ് വരുന്നു. ചില ചെടികൾക്ക് നമ്മൾ കൃഷിയിൽ ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് എന്താണെന്നറിയോ? ചില ചെടികളൊക്കെ ഇപ്പോൾ പുറത്തൊക്കെയുള്ള പൈൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല. ഇതുപോലത്തെ മരങ്ങൾ, സൈപ്രസ് മരങ്ങൾ, പാംസ് ഒക്കെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനോട് ഡയറക്റ്റായിട്ട് നമുക്ക് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് വരെ പറ്റുന്ന മരങ്ങളുണ്ട്. മരങ്ങളുടെ അടുത്ത് നമ്മൾ പറഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ പല ആൾക്കാരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ചില ഡോക്ടേഴ്സൊക്കെ ഇതിനകത്ത് യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെ ഇമ്മ്യൂണിറ്റി ഒന്നും അങ്ങനെയൊന്നും കൂട്ടാൻ പറ്റുന്ന സാധനമല്ല എന്ന് പറയുന്ന ആൾക്കാർ വരെയുണ്ട്. അപ്പോൾ അത് ആരും ആയിക്കോട്ടെ, അവർ പറയുന്നതല്ല, നമുക്ക് അറിയാം ഇമ്മ്യൂണിറ്റി കൂടുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് സ്വയം സെൻസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുമല്ലോ. അതുപോലെ ഉറക്കത്തിനെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. നമ്മളിവിടെ പഠിച്ചിരിക്കുന്നതും പഠിപ്പിച്ചിരിക്കുന്നതും 8 മണിക്കൂർ ഉറക്കം. 8 മണിക്കൂർ ഒരു ദിവസം ഒരാൾ ഉറങ്ങുക എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന ഒരാൾ 20 വർഷം ഉറങ്ങുവാണ്.
ആണോ? 8 മണിക്കൂർ ഒരു ദിവസം ഉറങ്ങാന്ന് പറഞ്ഞാൽ ഒരു 24 മണിക്കൂറിലെ 1/3 സമയം ഒരാൾ ഉറങ്ങാന്ന് പറഞ്ഞാൽ 60 വയസ്സ് വരെയാണ് ഒരാൾ ജീവിക്കുന്നെങ്കിൽ 20 കൊല്ലവും അങ്ങനെ ഉറങ്ങുമായിരുന്നു. അപ്പോൾ ഒരിക്കലും അതൊക്കെ പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ റെസ്പോൺസിബിൾ അല്ലാതെ കണ്ണിൽ കാണുന്ന സാധനങ്ങളൊക്കെ കഴിച്ച് നടക്കുന്ന അല്ലെങ്കിൽ ആൾക്കാരെ സംബന്ധിച്ച് അത് കറക്റ്റായിരിക്കും. അതല്ലാതെ ഹെൽത്ത് മാനേജ് ചെയ്യുന്നവർക്ക് ഇത് ആപ്ലിക്കബിൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതായത് അത്ര ഉറങ്ങിയില്ലല്ലോ, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഞാൻ നേരത്തെ 1-2 എക്സാമ്പിൾ പറഞ്ഞു. ഇവരാരാ? നരേന്ദ്രമോദിയോ ഇന്ദിരാഗാന്ധിയോ അല്ല ഇതുപോലെ ഏറ്റവും ബിസി ആയിട്ട് നിൽക്കുന്ന ലോക നേതാക്കന്മാർ ആരെങ്കിലും ഈ പറഞ്ഞ ഇത് ഫോളോ ചെയ്തിട്ടാണോ? എന്നിട്ട് എത്ര പേര് അതുകൊണ്ട് മരിച്ചു? അത് സ്ട്രെസ്ഫുള്ളായിട്ട് ജീവിക്കുകയാണെങ്കിൽ കറക്റ്റാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ ആൾക്കാർ സ്ട്രെസ്ഫുള്ളായിട്ട് ജീവിക്കുകയാണെങ്കിൽ അത് കറക്റ്റായിരിക്കും. നമ്മൾ കണ്ണി കാണുന്ന രാത്രി ഇവിടെ നമ്മൾ ഭയങ്കര ആരോഗ്യത്തിനെക്കുറിച്ച് പറയുന്ന ആൾക്കാർ പോലും രാത്രിയിൽ 11 മണിക്ക് ഡിന്നർ പാർട്ടിയിൽ പിന്നെ ബീഫ് ഫ്രൈയും മട്ടനും 4 ലാർജും അതിൻ്റെ പുറത്തേക്ക് ലാസ്റ്റ് ഇതെല്ലാം തീർന്നതിന് ശേഷം കലാശക്കൊട്ട് അതിൻ്റെ പുറത്തേക്ക് ഒരു 3 ഐസ്ക്രീമും ഒക്കെ കഴിച്ചിട്ട് നമ്മുടെ ഹെൽത്തിന് അഡ്വൈസ് കൊടുക്കുന്ന ആൾക്കാർ തന്നെ പല ആൾക്കാരും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്നറിയോ? ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇന്നത്തെ കാലത്ത് ഏറ്റവും സൗകര്യം എനിക്ക് ഭയങ്കര കുറേ ഗുണങ്ങളുണ്ട്. ഇതിപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഞാനൊരു രാത്രിയിൽ ചോദിച്ചു നോക്കി കഴിഞ്ഞാൽ രാത്രിയിലൊരു ഊണ് എന്ന് പറയുന്നൊരു സാധനം രാത്രി കഴിച്ചിട്ട് ഒരു 25 കൊല്ലമായി. രാത്രി വളരെ പണ്ട് പോലെ വളരെ ലൈറ്റ് എന്തെങ്കിലും കഴിച്ചെങ്കിലായി കഴിച്ചു. അതുകൊണ്ട് വീട്ടിൽ തന്നെ എല്ലാവർക്കും അറിയാം, സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷനാണ്. ഇവിടെയാണെങ്കിലും കോട്ടയത്താണെങ്കിലും ആരും എനിക്ക് വേണ്ടി ഒരു സാധനം ഉണ്ടാക്കി വെക്കാറില്ല. ചെന്നാൽ വല്ല ഉണ്ടാക്കി ചെറുതായിട്ട് എന്തെങ്കിലും കഴിച്ചു, ഇല്ലെങ്കിലും കുഴപ്പമില്ല. പഴം ഉണ്ടാക്കി കഴിക്കും, പഴയിലെ വെള്ളം കുടിച്ചിട്ട് കിടക്കും. ഒരു പ്രശ്നവുമില്ല, ഒരു കൺഫ്യൂഷനില്ല, ഒരു പ്രശ്നമില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ നമ്മൾ ഉണ്ടാവുമെന്ന് ഉറപ്പുള്ളൂ. ബാക്കി ഉണ്ടെങ്കിൽ വൈകുന്നേരം ഒരു സാധനം ഒരു വീട്ടിലൊന്നും പ്രിപ്പയർ ചെയ്ത് വെക്കാറില്ല. ഞാൻ അവിടെ ചെല്ലും വല്ലതും ബാക്കി ഇരിപ്പുണ്ടെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കും, കഴിച്ചില്ലെങ്കിലും പ്രശ്നമില്ല. അല്ല വല്ല പഴം കഴിക്കും, അതും ഇല്ലെന്നുണ്ടെങ്കിൽ വെള്ളം കുടിക്കും. ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല, ഒന്നും ആവശ്യമില്ല. അപ്പോൾ എന്ന് പറയുന്ന പോലെ നമ്മൾ ഉറക്കത്തിൻ്റെ കാര്യത്തിലും ഇതിൻ്റെ കാര്യത്തിലും ഒക്കെ പറയുന്നത് നമ്മൾ സ്ട്രെസ്ഫുള്ളായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ശരിയായിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ കണക്കൂട്ടലൊന്നും, കാരണം നമ്മൾ ഏറ്റവും പീക്ക് ഒരു നമ്മുടെ ലൈഫിൻ്റെ ഒരു ഫുള്ളസ്റ്റ് നമ്മളൊരു പീക്ക് പെർഫോമൻസിലേക്ക് നമ്മൾ വരണം എന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇനിയുള്ള കാലത്തൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രായം എന്ന് പറയുന്നത് 60 ഒരു യങ് ചെറുപ്പം എന്ന് പറയാൻ പറ്റുന്നൊരു പ്രായം 60. ആൾക്കാർ കഴിഞ്ഞു എന്നാണ് വിശ്വസിച്ചിരിക്കുന്നത്. പല ആൾക്കാരും എല്ലാം കഴിഞ്ഞു, മറ്റുള്ള ആൾക്കാരുടെ പേരിലൊക്കെ ഇതൊക്കെ എഴുതി വയ്ക്കുന്ന പ്രായമാണ്. നോർമൽ ആൾക്കാർ 60 വയസ്സിൽ ബാക്കി നമ്മുടെ വസ്തുവകകളൊക്കെ മറ്റവർക്കൊക്കെ എഴുതിയിട്ട് നിങ്ങൾ സതയം എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ടുണ്ടോ? സതയം മോഹൻലാലിൻ്റെ വളരെ ഫേമസ് ആണല്ലോ. കാരണം ഈ തൂക്കിക്കൊല്ലാനുള്ള ഡേറ്റ് വിധിച്ചിട്ട് പിന്നെ ഡേറ്റ് ഇങ്ങനെ മാറ്റുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ്. 60 ആയി കഴിയുമ്പോൾ പിന്നെയുള്ള പല ആൾക്കാരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം എന്താണ്? നമ്മുടെ മരണം. അതിനുവേണ്ടി നമ്മൾ ഡേറ്റ് മാത്രം കിട്ടിയിട്ടില്ല. മറ്റേ ശിക്ഷ വിധിച്ചു, മരണശിക്ഷയാണ്, തൂക്കിക്കൊല്ലുന്ന ഡേറ്റ് മാത്രം കിട്ടിയിട്ടില്ലാത്തൊരു അവസ്ഥയിൽ എന്ത് മിസറബിളായിരിക്കും ജീവിതം എന്നാലോചിച്ച് നോക്കി. അതായത് വളരെ നമ്മൾ ആരെയാണ് ഫോളോ ചെയ്യേണ്ടത്? ലോകത്ത് ഏറ്റവും നമുക്ക് കിട്ടിയിരിക്കുന്ന ആ കൂടെ ഒരു ലൈഫായി. രണ്ടാമത് നമ്മൾ വേറെ എവിടെയോ സ്വർഗ്ഗം ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അത് ചുമ്മാ കെട്ടുകഥ നുണക്കഥയാകാനേ ചാൻസ് ഉള്ളൂ. ഇവിടായിരിക്കും സ്വർഗ്ഗം, അല്ലാതെ വേറെ സ്വർഗ്ഗം ഉണ്ടെന്ന് പറഞ്ഞ് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നിട്ട് വലിയ അർത്ഥമൊന്നുമില്ല. ഇവിടെ ഏറ്റവും നന്നായിട്ടും ഏറ്റവും നല്ല രീതിയിലും കിട്ടിയ ഒരു സാധനം കറക്റ്റായിട്ട് ഉപയോഗിച്ച് ജീവിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുക എന്നുള്ളതാണ് ശരിയായിട്ടുള്ള സാധനം. ഇത് കഴിഞ്ഞിട്ട് ഏതാണ്ട് സ്വർഗ്ഗമുണ്ട്, അവിടെ ചെല്ലുമ്പോൾ സൂഹിക്കാം. ഇപ്പോൾ തൽക്കാലം നീ നരയിക്കുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനകത്ത് വലിയ പ്രിൻസിപ്പിളൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് തന്നെ ഇവിടെ തന്നെ ആയിരിക്കണം. ഇത് കഴിഞ്ഞിട്ടൊരു സ്വർഗ്ഗത്തിൽ ആരും ഏതായാലും പോയവരാരും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ ആരും കിട്ടിയിട്ടുമില്ല. സ്വർഗ്ഗത്തിൽ പോയിട്ട് കണ്ടിട്ട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റിയ ഒരാളെ ഇതുവരെ നമുക്ക് കാണാനും പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഇത് തന്നെ ആവാനേ സാധ്യതയുള്ളൂ. അപ്പം നാളെ വേറെ എന്തെങ്കിലും അടുത്ത തലമുറ ചെന്നിട്ട് സൂഹിക്കാമെന്നും പറഞ്ഞിരിക്കാതെ ഇത് തന്നെയാണ് നമ്മളുടെ സ്വർഗ്ഗം എന്ന് വിചാരിക്കുക. ഫുഡിനകത്തുള്ള കറക്ഷനൊക്കെ മാഡം കുറേ പറഞ്ഞു, എങ്കിലും ഞാൻ പറയുകയാണ്, ഫുഡിനകത്ത് നമ്മൾ വളരെ വളരെ സ്ട്രോങ് ആയിട്ടൊരു സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട പല രോഗങ്ങളും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട്, ഞാൻ പറഞ്ഞ ഡിസീസ് ട്രീറ്റ്മെൻറ്റിന് നമ്മൾ തീർച്ചയായിട്ടും ചിലപ്പം ഒരു ഡോക്ടറുടെ ഇൻ്റർവെൻഷൻ ആവശ്യം വരും. പക്ഷേ ഹെൽത്ത് മാനേജ്മെൻറ്റ് എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്വവും അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വവും അവകാശവും നമ്മുടെ തന്നെയാണ്. നമ്മളെക്കാളും ഏതായാലും ജീവിച്ചിരിക്കണമെന്ന് വേറെ ആർക്കും താല്പര്യം ഉണ്ടാകേണ്ട ആവശ്യമില്ല. വേറെ ഒരാൾക്കും നമ്മുടെ അത്രയും ജീവിച്ചിരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാകേണ്ട സാധ്യതയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെ ഉത്തരവാദിത്വം എടുത്ത് ഇത് മാനേജ് ചെയ്യാനും നമ്മുടെ മൈൻഡും നമ്മുടെ ശരീരവും മാനേജ് ചെയ്യാൻ നമ്മൾ ഡിസിഷൻ എടുക്കണം, നമ്മൾ അതിനുള്ള സ്റ്റെപ്പ് എടുക്കണം. വേറെ ആരും എടുക്കുമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. വേറെ ആരും നമ്മുടെ ഹെൽത്ത് നന്നാക്കാനായിട്ട് വേണ്ടി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്നൊന്നും നമ്മൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ എനിക്ക് തോന്നുന്നു മിക്കവാറും നമ്മൾ എല്ലാ ഏരിയയും കവർ ചെയ്യുമെന്ന് തോന്നുന്നു. അപ്പോൾ ഹെൽത്തിനകത്ത് ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് നമ്മൾ എടുക്കുക. കൃഷി അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടാണ്. ഭാവിയിൽ
നിങ്ങൾ ഓരോരുത്തരും, ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും ഗ്രീൻ പ്ലാനറ്റും ആയിട്ട് നമ്മൾ ബന്ധപ്പെട്ടിട്ടുള്ള നമ്മൾ ഫാമുകൾ പോയി മാർക്കറ്റ് പല മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്തൊക്കെ നമ്മൾ സബ്ജക്റ്റ് പഠിച്ചതിന് ഇപ്പം ഞങ്ങൾക്കൊരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി തുടങ്ങിയിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ കേരളം, തമിഴ്നാട് 2-3 സ്റ്റേറ്റുകളിൽ നിന്ന് കൃഷിക്കാരുടെ അടുത്തുനിന്ന് നല്ല ഉൽപ്പന്നങ്ങൾ എടുത്തിട്ട് എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. ഇതുപോലെ ഇപ്പോൾ നമ്മൾ അടുത്തൊരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഫ്ലോട്ട് ചെയ്യാനായിട്ടുള്ള പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ലാൻഡ് ഇഷ്ടംപോലെ നാട്ടിൽ ഈ പുറത്തേക്കൊക്കെ പോയ പല പിള്ളേരും തിരിച്ചു പോലും വരാൻ പോകുന്നില്ല. യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോയ പിള്ളേരൊക്കെ ആ വഴി പോയതാണ്. അപ്പോൾ അവിടെ ഇഷ്ടംപോലെ ആൾക്കാരുടെ സ്ഥലം നിസ്സാര വിലയ്ക്ക് വിൽക്കാൻ കിടക്കുവാണ്. അതിനി മിക്കവാറും മുമ്പോട്ട് കൂടും. അതൊക്കെ ചെറിയ രൂപയ്ക്ക് വാങ്ങിയാൽ നമുക്കൊരു വർഷം ഒരു ഏക്കറിൽ ഒരു 4 ലക്ഷം രൂപ 5 ലക്ഷം രൂപ ഇൻകം ഉണ്ടാക്കുന്ന സ്ഥലങ്ങളാക്കി മാറ്റാൻ പറ്റും. പ്രോഫിറ്റ് ഉണ്ടാകുന്ന സ്ഥലം മേടിക്കാൻ ആളെ കിട്ടും. ഇവിടെ സ്ഥലത്തിന് റിയൽ എസ്റ്റേറ്റ് എന്നുള്ള നിലയ്ക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഇനി ആരും ചെയ്യാൻ പോകുന്നില്ല. കാരണം വേറെ അതിനേക്കാളും വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന പുതിയ അതുകൊണ്ടാണ് റിയൽ എസ്റ്റേറ്റ് ഒക്കെ ഫ്ലോപ്പ് ആയത്. റിയൽ എസ്റ്റേറ്റ് ഫ്ലോപ്പ് ആകുന്നതിന് കാര്യം ലാൻഡ് ഇനി ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ അല്ല. കാരണം ഈ ക്രിപ്റ്റോ കറൻസിയും ഇതുപോലത്തെ സാധനങ്ങളെല്ലാം വന്നതോടുകൂടി, അല്ലെങ്കിൽ SIP ഇതൊക്കെ വന്നതോടുകൂടി ലാൻഡിന് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനം അല്ലാത്തതുകൊണ്ടാണ് റിയൽ എസ്റ്റേറ്റിൽ നിന്നൊക്കെ ആൾക്കാർ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് വരുമാനം ഉണ്ടാക്കുന്ന സ്ഥലമാണ് ഇൻവെസ്റ്റ് ചെയ്യും, അതല്ലാതെ ഇൻവെസ്റ്റ് ചെയ്യത്തില്ല. അപ്പം ഇതൊക്കെ എടുത്ത് ഡെവലപ്പ് ചെയ്യാനൊക്കെ ഇഷ്ടംപോലെ അവസരങ്ങൾ ഇതിൻ്റെ ചുറ്റും പല അവസരങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്നിടത്ത് ജസ്റ്റ് ഗ്രീൻ പ്ലാനറ്റിൻ്റെ ശാലം പൈസ കിട്ടുക, ഇതൊക്കെ ഞാൻ പറയുന്നത് ഇതൊക്കെ സ്റ്റൈഫൻ്റാണ്. ഇപ്പോൾ ഈ 3 ലക്ഷം രൂപ 3.5 ലക്ഷം രൂപ പോലും ഇവിടെ ഇൻകം ഉള്ളവരുണ്ടെങ്കിൽ പോലും അതുപോലും നമ്മൾ സ്റ്റൈഫൻ്റായിട്ട് കൂട്ടിയാൽ മതി. ശരിക്കും മെയിൻ ഇൻകം ഇനിയും വേറെ ഉണ്ടാക്കാൻ പറ്റും. അത് പഠിക്കുക, സബ്ജക്റ്റ് പഠിക്കുക. 2-3 വർഷം ഇതിനകത്ത് നിന്ന് ഫാമുകൾ വിസിറ്റ് ചെയ്ത് ഇൻഡസ്ട്രി എന്താണെന്ന് മനസ്സിലാക്കി ശരിക്കും അതിൻ്റെ ഇത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇനി ശരി ഒരു സൈഡിൽ കൂടെ, കാരണം എപ്പോഴും മനസ്സിലാക്കുക, വലിയ റിയൽ എസ്റ്റേറ്റിൽ കൂടെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള പല ആൾക്കാരും ഒരു സ്ട്രോങ് ഇൻകം ഫ്ലോ ഉള്ളവരാണ്. ഒരു ബിസിനസ് വളരെ സ്ട്രോങ് ഇൻകം ഫ്ലോ ഉള്ളതുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ സാധനങ്ങൾ ബിൽഡ് ചെയ്യാൻ പറ്റും. ഒരെണ്ണം കംഫർട്ടബിളായിട്ട് ഇൻകം വരുന്ന, നമ്മുടെ കാര്യമായ എഫേർട്ട് ഇല്ലാതെ ഒരു കംഫർട്ടബിളായിട്ട് ഇൻകം വരുന്ന ഒരു പൊസിഷനിലാക്കി എടുക്കുക. അതാണ് വലിയ ബിസിനസ്സുകാരൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ചിറ്റലപ്പള്ളി കൊച്ചേസപ്പൊക്കെ എന്താ ചെയ്യുന്നത്, വീഗാർഡ് തുടങ്ങി ഒരു എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം അദ്ദേഹം പോയി വീഗാലാൻഡിന് വേണ്ടി ലോണിന് ചെല്ലുമ്പോൾ ബാങ്ക് പോലും കൊടുത്തില്ല. കാരണം ഇവിടെ ബാങ്ക് മാനേജർ ചോദിക്കുന്നത് മറ്റേതിന് പ്രശ്നമായിരിക്കുമല്ലേ, മറ്റേതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരിക്കും. കാരണം ഇവിടെ നമ്മൾ ഇതുവരെ കണ്ടിരിക്കുന്ന ഒരെണ്ണം പൊളിഞ്ഞാൽ അടുത്ത ബിസിനസ് തുടങ്ങുള്ളൂ. അപ്പോൾ മറ്റേതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലാണ് അടുത്ത തുടങ്ങുന്നതെന്നാണ് നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് ഗുജറാത്തിലും പുറത്തുള്ള ആൾക്കൊക്കെ 20-22 വയസ്സുള്ള പയ്യന്മാർക്ക് 4 ബിസിനസ്സുണ്ട്. അവിടെ ആരും ചോദിക്കത്തില്ല. ഒരു ബിസിനസ് ഉള്ള ഒരാൾ രണ്ടാമത്തെ ഒരു ബിസിനസ് തുടങ്ങിയാൽ അയ്യോ മറ്റേത് പൊട്ടിയായിരിക്കുമല്ലേ എന്ന് ചോദിക്കത്തില്ല. പക്ഷേ ഇവിടെയുള്ളൊരു ആറ്റിറ്റ്യൂഡ് എന്താണ്, ഇവിടെ ഉള്ളത് കാരണം നമ്മുടെ അപ്പുറം ഇരിക്കുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക നമ്മൾ പൊട്ടറേന്ന്. അതാണ്, അതുകൊണ്ടാണ് അങ്ങനത്തെ ചിന്ത വരുന്നത്. മറ്റത് മോശമായിരിക്കുമല്ലേ, ഇനി ചിന്തിക്കുന്നതിൻ്റെ കാര്യം മോശമാകണേ എന്ന് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നതിൻ്റെ കൂടെ അതുകൂടെ പ്രാർത്ഥിക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഇത്ര ആഗ്രഹത്തോടെ ചോദിക്കുന്നത്. ഇപ്പോൾ ഡൈവേഴ്സിഫിക്കേഷനെ കുറിച്ചും മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകത്തിനെ കുറിച്ചൊന്നും കേരളം അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ പറയുന്നതിന് വിഷമമുണ്ട്, വളരെ ഒരു ബിസിനസ്സിനൊരു അനുകൂലമായ ചിന്തയുള്ളൊരു സ്റ്റേറ്റ് അല്ല. ഇന്ത്യയിലുള്ളതിൽ ഏറ്റവും ആൾക്കാരുടെ ചിന്ത ഒരു ബിസിനസ്സുകളെ ഇവിടെ പിടിച്ചു നിർത്തേണ്ടത് ബിസിനസ്സുകാരേക്കാൾ കൂടുതൽ അല്ലാത്തവരാണെന്നുള്ളവർ ഇവിടെയുള്ളവർക്ക് അറിയാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെ ഒരു വിദേശി വരുന്നത് എങ്ങനെയാണെന്നറിയോ, ഇവിടെ നമ്മൾ റിസോർട്ട് മാഫിയ എന്ന് എല്ലാത്തിനും കൂടെ കാശുണ്ടാക്കുന്നതിനെല്ലാം മാഫിയ എന്നോട് കൂട്ടിയാണ് ഇവിടെ കേരളത്തിൽ പറയുള്ളൂ. റിസോർട്ട് മാഫിയ, മണൽ മാഫിയ, എല്ലാത്തിൻ്റെയും കൂടെ അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും കാശുണ്ടാക്കുന്നതിൻ്റെ കൂടെ മുഴുവൻ അത് തെറ്റാണ് എന്നുള്ളതാണ് വിശ്വാസം. കാശുണ്ടാക്കുന്നതിനെക്കുറിച്ച് പറയാൻ പോലും പാടില്ല. കാശുണ്ടാക്കുന്നവരെ പുച്ഛിച്ചോണം, അവനെ ഓടിച്ചിട്ടടിച്ചോണം, ഇതാണ് പറയുന്നത്. സത്യത്തിൽ ഇപ്പോൾ ഇവിടെ വിദേശികൾ വന്ന് ഇവിടെ പൈസ ചിലവാക്കാനായിട്ട് ടൂറിസ്റ്റുകൾ വരുന്നത് എങ്ങനെയാണെന്നറിയോ, വിദേശികൾ പുറത്തുനിന്ന് രാജ്യത്തു നിന്നുള്ളവർ വരുന്നത് ഇവിടുത്തെ ഒരു റിസോർട്ടിൻ്റെ അഡ്രസ്സിലാണ് അവർക്ക് വിസ ഇഷ്യൂ ചെയ്യുന്നത്. അവരിവിടെ റിസോർട്ടിൽ ഒരു റൂം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ റിസോർട്ടിൻ്റെ അഡ്രസ്സിലാണ് അവർക്കിവിടെ ഒരു അഡ്രസ്സ് വേണമല്ലോ വിസ കൊടുക്കണമെങ്കിൽ. ആ അഡ്രസ്സ് ഇവിടുത്തെ റിസോർട്ടുകാരൻ്റെ അഡ്രസ്സിലാണ് അവർക്ക് വിസ കിട്ടുന്നത് തന്നെ. അപ്പോൾ അത് സത്യത്തിൽ ഇവിടെ അതുപോലത്തെ സംരംഭങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ കൊണ്ടാണ് അവരിവിടെ വരുന്നത്, ഇവിടെ പൈസ ചിലവാക്കുന്നത്. അവർക്ക് എന്തുമാത്രം റെസ്പെക്റ്റ് കിട്ടേണ്ടതാണ് ശരിക്കും വേറെ വല്ല സ്ഥലത്താണെന്നുണ്ടെങ്കിൽ. അത് നേരത്തെ പറഞ്ഞ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇൻകം ടാക്സ് അടയ്ക്കുന്ന വ്യക്തിക്ക് ഇവിടെ, അതും വീട്ടു സ്വത്ത് കൊണ്ടല്ല, സ്വന്തം അധ്വാനത്തിലൂടെ, വീട്ടിൽ പൈസയുള്ള ആൾക്കാർ എന്തെങ്കിലും വന്നും കുറേ കാശുണ്ടാക്കിയെന്നും പറഞ്ഞാൽ അവരെ ബഹുമാനിക്കില്ലെന്ന് വെച്ചാൽ നമുക്ക് കുഴപ്പമില്ല. സ്വന്തം അധ്വാനത്തിലൂടെ സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് ഒരാൾ വർക്ക് ചെയ്ത് വളർന്നു വരുന്ന ഒരാൾക്ക് റെസ്പെക്റ്റ് നമുക്ക് കൊടുക്കാതെ പിന്നെ എന്ത് ദാരിദ്ര്യം മാറ്റും എന്ന് പറയുന്നത്. അവരെ മോഡലായിട്ട് കാണിച്ച് ബാക്കിയുള്ള ആൾക്കാരെ പ്രേരിപ്പിക്കേണ്ട സ്ഥാനത്ത് നമ്മുടെ ഈ സ്റ്റേറ്റ് മാത്രം ഇങ്ങനെയാണ് ആൾക്കാർ ചിന്തിക്കുന്നത്. അയാൾക്ക് കാശുള്ളതുകൊണ്ടാണ്, എന്നാ പറഞ്ഞാലും അയാൾക്ക് കാശുള്ളതുകൊണ്ട് അയാളുടെ കാശുണ്ട് അയാളുടെ കയ്യിലിരിക്കട്ടെ. ഈ ഒരു ആറ്റിറ്റ്യൂഡോടുകൂടി ഒരിക്കലും കാരണം ഇവിടെ നമ്മൾ പലപ്പോഴും വെൽത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട് പോകുന്നത് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പം പല ആൾക്കാരും വലിയ കാറ് മേടിച്ചിട്ട് ഡ്രൈവറെ വെക്കുന്ന ഇവർക്ക് ഓടിക്കാൻ മേലാത്തതുകൊണ്ട് മാത്രമല്ല, പല സ്ഥലത്തും ചിലപ്പോൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് പോയാൽ തിരിച്ചു വരുമ്പോൾ തന്നെ വണ്ടിയുടെ സൈഡ് വരഞ്ഞു വെക്കുന്നുണ്ട്. അത് മറ്റവരോടുള്ളൊരു ഒരു ഫ്രസ്ട്രേഷൻ. എൻ്റെ വണ്ടി ഞാനൊരു ഇതെടുത്തിട്ട് വെർണ എടുത്തിട്ട്
ഞാൻ ചങ്ങനാശ്ശേരിയിലൊരു ഇവിടെ പോയിട്ടൊരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ട്. അവിടെ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് കയറി കാപ്പി കുടിച്ച് തിരിച്ചു വന്നപ്പോൾ തന്നെ നേരെ വണ്ടിയുടെ പുത്തൻ 4 രജിസ്ട്രേഷൻ, നമ്പർ പ്ലേറ്റ് നമ്പർ എഴുതിയിട്ടില്ല, നേരെ 4 ചുറ്റും ഒരു കംപ്ലീറ്റ് ഒരു വട്ടം വരെയാണ് തിരിച്ചിറങ്ങി വരുമ്പോൾ കാണുന്നത്. 4 രജിസ്ട്രേഷൻ വണ്ടി എടുത്തതിൻ്റെ അന്ന്. അപ്പോൾ ഇതൊക്കെ ഫ്രസ്ട്രേഷനാണ് കാണുന്ന ആൾക്കാരുടെ. അതായത് സമ്പത്തിനോടും നന്നായിട്ട് നടക്കുന്നവരും നന്നായിട്ട് ജീവിക്കുന്നവർക്കും എഗെയിൻസ്റ്റ് ആയിട്ടൊരു വികാരം ഏറ്റവും കൂടുതലുള്ള സ്റ്റേറ്റാണ് കേരളം. അപ്പോൾ നമ്മൾ ആ ഒരു കാറ്റഗറിയിലൊന്നും പെടാതെ ആരെങ്കിലും കഷ്ടപ്പെട്ട് വളരുന്നുണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കും. ഒരു കട പൂട്ടിയെന്ന് ഒരു ബിസിനസ് നിർത്തിയെന്നുകൊണ്ട് ഒരിക്കലും അത് പറഞ്ഞ് ചിരിക്കുന്ന ഒരുത്തനും ജീവിതത്തിൽ രക്ഷപ്പെടത്തില്ല. ഒരു പ്രസ്ഥാനമാണ്, അത് നടത്താനല്ല ഒരാൾക്ക് മോശമുണ്ടല്ലോ ഏതെങ്കിലും തരത്തിൽ നമുക്ക് സഹകരണം അത് നിലനിന്നാൽ മാത്രമേ ഇവിടെ തൊഴിലുണ്ടാവുള്ളൂ. ആൾക്കാർക്ക് ജോലി കിട്ടണമെങ്കിൽ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പ്രസ്ഥാനം ഉണ്ടാവണ്ടേ. അപ്പോൾ ആ പ്രസ്ഥാനം നടത്തുന്നവന് റെസ്പെക്റ്റ് കിട്ടണം. അല്ല അത് നിങ്ങൾ ഓരോരുത്തരും ഞാൻ പറയുന്നത് ഇവിടെ ഓരോരുത്തരും നമ്മൾ നമുക്കെല്ലാവർക്കും ഓരോ ബിസിനസ്സുകൾ നല്ല രീതിയിൽ നമുക്കുണ്ടാവണം. ഇതിനകത്തൊക്കെ തന്നെ ഒത്തിരി സാധ്യതകളുണ്ട്. ഇതിനകത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള സാധ്യതകൾ നമ്മൾ മനസ്സിലാക്കി ഓരോ ആൾക്കാരും ഓരോ നല്ല ബിസിനസ്സുകളും സമൂഹത്തിനോട് ഗുണകരമായിട്ട് ഇരിക്കുന്ന ഓരോ ബിസിനസ്സുകളും ചെയ്ത് വളരുന്ന നമ്മൾ ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിച്ചോണം. ആ ഒരു ലെവലിൽ കാണാവുള്ളൂ. നമ്മളൊരു നോർമൽ ഒരു MLM നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പരിപാടിയല്ല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളവരും മനസ്സിലാക്കിക്കോണം. ഒരു സെൻസിബിളായിട്ടുള്ള ലിവറേജബിൾ സ്കെയിലബിൾ ബിസിനസ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വളരെ നല്ല ലെവലിൽ നമ്മൾ ടോട്ടൽ ടീമിൽ എല്ലാ ആൾക്കാരും ഒരേ മനസ്സുള്ളവർ, ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ളവർ വന്നിട്ടുള്ളതുകൊണ്ടാണ് സാധിക്കുന്നത് കേട്ടോ. എല്ലാവരും ഒരേ മനസ്സോടുകൂടി ആരുടെ വളർച്ചയിലും എല്ലാവരും ഹാപ്പിയായിട്ട് സന്തോഷത്തോടെ നിൽക്കുന്നവരായതുകൊണ്ട് മാത്രമാണ് സാധിക്കുന്നത്. കാരണം നമ്മളതാണ് ഫൈനലി എൻജോയ് ചെയ്യുന്നത്. നമ്മളാരും ഈ കോമ്പറ്റീഷൻ പരിപാടികളും മറ്റവനെ വെട്ടി ഇവനെ മറിച്ചുള്ള പരിപാടികൾക്കൊന്നും നമുക്കാരും എൻജോയ് ചെയ്യുന്നില്ല, നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാ ആൾക്കാരും നമ്മൾ ഒന്നിച്ചൊരു വലിയ ലെവലിലേക്ക് വളരാനുള്ള സാഹചര്യം ഉണ്ടാവും.